വയനാട്ടിൽ ഉരുളെടുത്ത ഭൂമിയിൽ ഉയിര് മാത്രം ബാക്കിയായവരുടെ ഭാവി ജീവിതം എങ്ങനെ എന്നതാണ് സർക്കാരിന്റെ പുനരധിവാസ ആലോചനകളിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കുന്നത്. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ താൽക്കാലിക പുനരധിവാസം സർക്കാർ കണക്കുകൂട്ടിയതുപോലെ ഈ മാസം പൂർത്തിയാക്കുന്നതിനും തടസ്സങ്ങളുണ്ട്. ദുരന്തത്തെ അതിജീവിച്ചും ഉറ്റവരെ നഷ്ടപ്പെട്ടും തീരാവേദനയിൽ കഴിയുന്നവർക്ക് ലഭിച്ച ഏക ആശ്വാസം സർക്കാരിന്റെ അടിയന്തര ധനസഹായം മാത്രമാണ്. ദേശീയ ദുരന്തമായി കണ്ട് കേന്ദ്രത്തിന്റെ സഹായത്തിൽ പ്രതീക്ഷയർപ്പിക്കുകയാണ് ഇപ്പോൾ സംസ്ഥാനം. കേരള മോഡൽ പുനരധിവാസമായിരിക്കും ദുരന്തബാധിതർക്ക് ഒരുക്കുക എന്ന മുഖ്യമന്ത്രിയുടെ വാക്കുപാലിക്കാൻ ഇനി എന്തെല്ലാം കടമ്പകൾ കടക്കാനുണ്ട്? എൻകൗണ്ടർ പ്രൈം പരിശോധിക്കുന്നു. പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് എൻകൗണ്ടർ പ്രൈമിൽ നമ്മുടെ അതിഥികൾ CPM വയനാട് ജില്ലാ സെക്രട്ടറി ശ്രീ പി ഗഗറിൻ, കോൺഗ്രസിലെ ശ്രീ അബിൻ വർക്കി, BJPയിലെ ശ്രീ സന്ദീപ് വാര്യർ എന്നിവരാണ്. ശ്രീ പി ഗഗറിൻ, ഇപ്പോൾ കേരള സർക്കാരിനെ സംബന്ധിച്ച് ഏറ്റവും അടിയന്തര പ്രാധാന്യത്തോടുകൂടി നടപ്പാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് താൽക്കാലിക പുനരധിവാസമാണ്. അതായത് ക്യാമ്പുകൾ കഴിയുന്നവർ, ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവർ, ഇവരൊക്കെ തന്നെ ഇനി എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയാതെ നിൽക്കുന്നവരാണ്. അപ്പോൾ അവരുടെ താൽക്കാലിക പുനരധിവാസമാണ് നമ്മുടെ പ്രഥമ പരിഗണനയിലുള്ളത്. അത് നേരത്തെ മന്ത്രിമാർ പറഞ്ഞിരുന്നത് ഓഗസ്റ്റ് മാസത്തോടുകൂടി താൽക്കാലിക പുനരധിവാസം പൂർത്തിയാക്കും എന്നതായിരുന്നു. പക്ഷെ ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരം പലർക്കും വാടക വീടുകൾ കിട്ടുന്നില്ല. സർക്കാർ കെട്ടിടങ്ങൾ ഒഴിഞ്ഞുകിടക്കുന്നതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്, അതും പൂർണ്ണ തോതിലായിട്ടില്ല എന്നതാണ്. അപ്പോൾ താൽക്കാലിക പുനരധിവാസമാണ് നമ്മുടെ ആദ്യത്തെ പരിഗണനയെങ്കിൽ അതിന് ഈ കേന്ദ്ര സഹായമൊന്നും ഒരു തടസ്സമല്ലല്ലോ. എന്താണ് അതിൽ ഇപ്പോൾ വരുന്ന കാലതാമസത്തിന് അല്ലെങ്കിൽ ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധികൾ എന്താണ് അതിനുള്ള പ്രധാനപ്പെട്ട തടസ്സങ്ങൾ? ഒന്ന്, താൽക്കാലിക പുനരധിവാസം കുറച്ച് സങ്കീർണമായിട്ടുള്ളൊരു പ്രശ്നമാണ്. ഒന്ന്, ഈ ഓരോ കുടുംബങ്ങളെ സംബന്ധിച്ചും ആ കുടുംബങ്ങൾക്ക് വളരെ വ്യത്യസ്തമായിട്ട്, ഒന്ന് അവരെ തൊഴിലുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ട്. രണ്ടാമത്തത് അവരുടെ വിദ്യാർത്ഥികൾ, മക്കൾ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്. അപ്പോൾ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട പ്രശ്നവും തൊഴിലുമായി ബന്ധപ്പെട്ട പ്രശ്നവും പരസ്പരം പൂരകമായിട്ടുള്ള ഒന്നാണ് ഈ പുനരധിവാസം താൽക്കാലികമായിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്ന് അതാണ്. കാരണം ആളുകൾക്ക് ഇപ്പോൾ കുറച്ച് ദൂരെ ഒരു വീട് കണ്ടെത്തിയാൽ ആ ദൂരെ വീട്ടിലേക്ക് പോകുന്നതിന് ആളുകൾക്ക് ഒരു വൈമനസ്യം ഉണ്ടാകുന്നതിന് കാരണം ഒന്ന്, അവർ ചെയ്തുകൊണ്ടിരുന്ന തൊഴിൽ അവർക്ക് തുടരാൻ പറ്റുമോ എന്നൊരു ആശങ്ക. രണ്ട്, മക്കളുടെ വിദ്യാഭ്യാസത്തിന് അവർക്ക് മേപ്പാടി സ്കൂളിലാണ് വിദ്യാഭ്യാസം ഒരുക്കുന്നത് എന്ന് ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് മക്കളെ എത്തിക്കാൻ കഴിയുമോ തുടങ്ങിയിട്ടുള്ള ഒട്ടേറെ ആശങ്കകൾ ജനങ്ങളെ സംബന്ധിച്ചിട്ടുണ്ട്. മറ്റൊരു വിഷയം, ഈ അവിടെ തന്നെ താമസിച്ചിരുന്ന ഇപ്പോൾ തോട്ടം തൊഴിലാളികൾ എസ്റ്റേറ്റ് ലൈനുകളിലാണ് താമസിച്ചിട്ടുള്ളത്. ആ തോട്ടം തൊഴിലാളികളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് അവർക്ക് പുനരധിവാസത്തിന് പ്രധാനമായിട്ടും അവിടെ HMLൻ്റെ തോട്ടമാണുള്ളത്, ആരിസ് മലയാളം കമ്പനിയുടെ തോട്ടമാണ്. ആ തോട്ടത്തിലുള്ള തൊഴിലാളികൾക്ക് തോട്ടത്തിൽ ജോലി കൊടുക്കണം, അതോടൊപ്പം തന്നെ ആ ജോലിക്ക് പോകാൻ പറ്റും വിധമുള്ള താമസ സൗകര്യം ഒരുക്കണം. അത് HML മാനേജ്മെൻറ്റുമായിട്ട് ട്രേഡ് യൂണിയനുകളും മന്ത്രിമാരും കലക്ടറും ഒക്കെ ചർച്ച ചെയ്തിട്ട് അതിനുള്ള താമസ സൗകര്യം അവരുടെ എസ്റ്റേറ്റ് ലൈനുകളിൽ തന്നെ ഒരുക്കണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. മാത്രമല്ല, ആ ലൈനുകളിൽ താമസിക്കുമ്പോൾ അതിന് എല്ലാ ലൈനുകളും താമസയോഗ്യമാക്കും വിധം ആവശ്യമായിട്ടുള്ള മെയിൻ്റനൻസ് നടത്തിയതിന് ശേഷമേ താമസിപ്പിക്കാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന്, എവിടെയാണോ താമസിപ്പിക്കുന്നത്, HMLന് വിവിധ തോട്ടങ്ങളുണ്ട്, ഇവിടെ വിവിധ സ്ഥലങ്ങളിലുണ്ട്, എവിടെയാണോ താമസിപ്പിക്കുന്നത് അവിടെ അവർക്ക് തൊഴിൽ നൽകണം. ഈ കാര്യത്തിൽ വളരെ കൃത്യമായിട്ട് ചർച്ച ചെയ്ത് ധാരണ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനിപ്പോൾ എനിക്ക് തന്നെ അറിയുന്ന കാര്യമാണ്, ഞാൻ ആ ട്രേഡ് യൂണിയൻ രംഗത്തുകൂടി പ്രവർത്തിക്കുന്നതുകൊണ്ട് ഏതാണ്ട് 92ഓളം എസ്റ്റേറ്റ് ലൈനുകളുടെ റൂമുകൾ അവർ മാനേജ്മെൻറ്റ് കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ റിപ്പയർ നടന്നു വരികയാണ്. ആ റിപ്പയർ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും തൊഴിലാളിക്കും ട്രേഡ് യൂണിയൻ്റെ ആളുകൾക്കും ബോധ്യപ്പെടും വിധം, തൊഴിലാളിക്ക് താമസയോഗ്യമാകും വിധമുള്ള റിപ്പയർ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റിപ്പയർ നടത്തി അതിൻ്റെ ചെറിയൊരു താമസം ഇപ്പോൾ നേരിടുന്നുണ്ട്. കാരണം സിമെൻ്റൊക്കെ ചെയ്യുമ്പോൾ. ശ്രീ പി ഗഗാരൻ, ഞാൻ ഒരു കാര്യം അതിൻ്റെ ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ. അതായത് ഇപ്പോൾ താങ്കൾ ഈ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ ഈ ആളുകളെ വാടകയ്ക്ക് അവർക്ക് കെട്ടിടം കിട്ടിക്കഴിഞ്ഞാൽ അവരെ അങ്ങോട്ട് മാറ്റുക, അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഒഴിഞ്ഞ കെട്ടിടങ്ങൾ ഉണ്ടെങ്കിൽ അവിടേക്ക് മാറ്റുക, വാടക സർക്കാർ നൽകും.
അങ്ങനെ ഈ താൽക്കാലിക പുനരധിവാസം എന്നത് ഈ ഓഗസ്റ്റ് മാസത്തോടു കൂടി പൂർത്തിയാക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷയായിരുന്നല്ലോ സർക്കാരിനുണ്ടായിരുന്നത്. അപ്പോൾ അത് ആ അർത്ഥത്തിൽ യാഥാർത്ഥ്യമാകില്ല എന്നാണോ താങ്കൾ പറഞ്ഞു വരുന്നത്? കാരണങ്ങൾ പലതാണെങ്കിലും അപ്പൊ അവരുടെ ഉപജീവന മാർഗം സംബന്ധിച്ച പ്രതിസന്ധിയുണ്ട്, അവരെങ്ങനെ ജീവിക്കുമെന്ന പ്രശ്നമുണ്ട്. അല്ല, അത് ഇന്നും ഇല്ല. ഇന്ന് ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പം കണ്ടെത്തിയിട്ടുള്ള വീടുകളും അതുപോലെ തന്നെ ഗവൺമെൻറ് ക്വാർട്ടേഴ്സും ഈ പറയുന്ന പ്ലാന്റേഷൻ്റെ ലൈനുകളും എല്ലാം ശരിയായ വിധത്തിൽ കൃത്യതയോടുകൂടി നൽകാൻ കഴിഞ്ഞാൽ ഓഗസ്റ്റ് അവസാനമാകുമ്പോഴത്തേക്ക് പുനരധിവാസം താൽക്കാലിക താമസ സൗകര്യം ഒരുക്കൽ പൂർത്തിയാവും തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം ഏകദേശം ഇപ്പൊ ഗവൺമെന്റ് ഞാൻ ഇടയ്ക്കൊരു കാര്യം, എന്നേക്കാൾ താങ്കൾക്ക് ഒരുപക്ഷെ അവിടുത്തെ കാര്യങ്ങൾ അറിയാമായിരിക്കും. പക്ഷേ ശ്രീ ഗഗാറിൻ, നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ ഇപ്പോൾ ക്യാമ്പുകളിൽ കഴിയുന്നവരൊക്കെ പലരും പറയുന്നത് വാടക വീട് അന്വേഷിച്ച് പോകുമ്പോൾ വാടക വീട് കിട്ടാനില്ല, അഥവാ ഉണ്ടെങ്കിൽ തന്നെ അവർ വലിയ വാടക ചോദിക്കുന്നു എന്നൊക്കെയാണ്. പിന്നെ അറിയാമല്ലോ താങ്കൾക്ക് ഇപ്പോൾ ഈ ഇന്നുണ്ടായ മറ്റൊരു സംഭവം, അതായത് സർക്കാരിന്റെ അടിയന്തര ധനസഹായം കിട്ടിയിട്ടുള്ള ആളുകളെ ലോണിന്റെ കുടിശ്ശികയുടെ പേരിൽ ബാങ്കുകൾ പണം എടുത്ത സാഹചര്യമുണ്ട്. ഇപ്പോൾ അവരത് തിരുത്തിയിട്ടുണ്ടെങ്കിൽ പോലും, അതായത് സർക്കാർ നൽകിയ അടിയന്തര ധനസഹായം പോലും ലോൺ അടവിൽ, തിരിച്ചടവിലേക്ക്, പലിശ അടവിലേക്ക് ബാങ്കുകൾ എടുത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അവർ ശൂന്യതയിൽ നിൽക്കുന്ന ആളുകളാണല്ലോ ഈ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകൾ. അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ട വേദനയിൽ കഴിയുന്ന ധാരാളം ആളുകളുണ്ട്, അവരുടെ ഉപജീവന മാർഗം നഷ്ടപ്പെട്ട സാഹചര്യമുണ്ട്. അപ്പോൾ ഗവൺമെന്റ് ഈ കാര്യത്തിൽ ഒരു പൊതു സ്വഭാവവും നമ്മുടെ ഈ ബാങ്കുകളുടെ പൊതു സ്വഭാവം അറിയാലോ. പല ബാങ്കുകളും ആളുകളെ ആകർഷിക്കാനുള്ള സ്കീം പ്രഖ്യാപിക്കും, ജനങ്ങൾ അങ്ങോട്ട് പോകും. അവസാനം ഇത്തരം ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ അവരെ കൂടെ നിൽക്കാൻ കേരളത്തിൽ സഹകരണ സ്ഥാപനങ്ങൾ മാത്രമേ ഉണ്ടാവാറുള്ളൂ. അത് മുമ്പ് നമുക്ക് അനുഭവം ഉണ്ടായിട്ടുള്ളതാണല്ലോ. അത് തന്നെയാണ് ഈ തവണയുള്ളത്. അത് കേരള ബാങ്ക് സ്വീകരിച്ചിട്ടുള്ള നിലപാടും മറ്റു ബാങ്കുകൾ സ്വീകരിച്ച നിലപാടും വ്യക്തമാണല്ലോ. ഒരു കാര്യം പോലും അല്ല, ഞാൻ ബാങ്കുകളുടെ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാണ്. താങ്കൾ പറഞ്ഞല്ലോ ഈ മാസം അവസാനത്തോടുകൂടി താൽക്കാലിക പുനരധിവാസം പൂർത്തിയാകുമെന്ന്. അത് താങ്കൾക്ക് അങ്ങനെ ആ നിലയിൽ ഉറപ്പ് പറയാൻ പറ്റുമോ എന്ന് ഞാൻ ചോദിച്ചു. കാരണം ഈ വീടുകൾ കിട്ടുന്നില്ല എന്ന് ആളുകൾ പറയുന്നു, വാടക വളരെ കൂടുതലാണ് ചോദിക്കുന്നത്. ഇതിലൊക്കെ സർക്കാരിന്റെ ഇടപെടൽ എങ്ങനെയാണ്? പ്രവർത്തനങ്ങളെ അതിന്റെ ഏകോപനത്തിൽ കുറച്ചുകൂടി എനിക്ക് അക്കാര്യത്തിൽ ഞാൻ ഏകദേശം കണ്ടെത്തിയിട്ടുള്ള കെട്ടിടങ്ങളെ സംബന്ധിച്ച് ചോദിച്ച കണക്കുകൾ, മനസ്സിലാക്കിയിട്ടുള്ള കണക്കുകൾ വെച്ച് പരിശോധിച്ചാൽ കൃത്യമായിട്ട് അത് ഏകോപിപ്പിച്ച് നടത്തുന്നതിന് ജില്ലാ ഭരണകൂടത്തിന് കഴിഞ്ഞാൽ ഒരു സംശയമില്ല അത് ഈ മാസം പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയും. പക്ഷെ അതിൽ കുറെ കൂടി ശ്രദ്ധയാർന്ന ഇടപെടൽ അതിനൊരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടെന്നാണ് മന്ത്രിസഭാ ഉപസമിതി വെളിപ്പെടുത്തിയിട്ടുള്ളത്. ആ കമ്മിറ്റി കുറെ കൂടി ഈ കാര്യത്തിൽ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കേണ്ടതുണ്ട് എന്ന അഭിപ്രായം എനിക്കുണ്ട്. ശരി ശ്രീ ഗഗാറിൻ, ഞാൻ താങ്കളിലേക്ക് വരാം. നമുക്ക് ഈ ചർച്ചയുടെ അടുത്ത ഘട്ടങ്ങളിലേക്ക് കടക്കുമ്പോൾ നമുക്ക് ഈ കാര്യങ്ങൾ കുറച്ചുകൂടി വിശദമായിട്ട് ചർച്ച ചെയ്യാം. എന്നോടൊപ്പം ഇപ്പോൾ ശ്രീ അബിൻ വർക്കി ഉണ്ട്, ശ്രീ സന്ദീപ് വാര്യരുണ്ട്. ശ്രീ അബിൻ വർക്കി, പ്രതിപക്ഷം ഈ പുനരധിവാസത്തെക്കുറിച്ച് സർക്കാർ സംസാരിക്കുമ്പോഴൊക്കെ പ്രതിപക്ഷ നേതാവ് ആവർത്തിക്കുന്ന ഒന്നാണ്, ഒരു സമഗ്രമായ ഒരു ഫാമിലി പാക്കേജായി വേണം ഈ പുനരധിവാസം നടപ്പാക്കാൻ എന്നത്. മാത്രമല്ല ദുരന്ത ബാധിതർക്ക് അവർക്ക് അവരുടെ ഉപജീവന മാർഗം അടഞ്ഞു പോയതാണ്, അപ്പോൾ അവർക്ക് തൊഴിൽ ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ കർഷകരെ സംബന്ധിച്ച് അവർക്ക് കൃഷിഭൂമി നഷ്ടപ്പെട്ടിട്ടുണ്ട്, അവർക്ക് കൃഷിഭൂമി നൽകണം. ഇപ്പോൾ മുഖ്യമന്ത്രി പറയുന്നത് ഒരു കേരള മോഡൽ പുനരധിവാസമായിരിക്കും, ഇവർക്ക് സ്ഥിരമായ ഒരു പുനരധിവാസമായിരിക്കും ഇവർ ഉറപ്പാക്കുക. അങ്ങനെയാണ് ടൗൺഷിപ്പിനെ കുറിച്ചുള്ള ആലോചനകളൊക്കെ ഉണ്ടായത്. പക്ഷെ സംസ്ഥാന സർക്കാരിൻ്റെ ഇപ്പോൾ ചില മന്ത്രിമാരൊക്കെ ഇന്നും പറയുന്നത് കേട്ടു, കേന്ദ്രത്തിന് വേണമെങ്കിൽ ഇപ്പോൾ പ്രധാനമന്ത്രി നേരിട്ട് വന്ന് ഈ ദുരന്തമൊക്കെ അദ്ദേഹം കണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സലിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹം എങ്ങനെയാണ് ഈ ദുരന്ത മുഖത്തെത്തി അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയും അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ വേണമെങ്കിൽ ഇപ്പോൾ കേന്ദ്രത്തിനൊരു അടിയന്തരമായ സഹായം അനുവദിക്കാമായിരുന്നു, അത് ഉണ്ടായില്ല എന്നാണ്. അപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഇനിയുള്ള പ്രവർത്തനങ്ങൾക്ക് ഈ കേന്ദ്ര സഹായം കിട്ടുന്നില്ല എന്നതൊരു വലിയ തടസ്സമാണ് എന്ന് പ്രതിപക്ഷവും മനസ്സിലാക്കുന്നുണ്ടോ? അതായത് തീർച്ചയായിട്ടും സെൻട്രൽ അസിസ്റ്റൻസ് വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് നമുക്ക് വളരെ അത്യാവശ്യമാണ്, അതവർ തരേണ്ടതുമാണ്. ഞങ്ങൾ വളരെ കൃത്യമായ, താങ്കൾ സൂചിപ്പിച്ചതുപോലെ UDFും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ വളരെ കൃത്യമായ ഒരു പുനരധിവാസ പാക്കേജാണ് വയനാട്ടിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് ഒന്നാമത്തെ കാര്യം റീഹാബിലിറ്റേഷനാണ്. റീഹാബിലിറ്റേഷൻ തന്നെ 2 രീതിയിൽ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, ഇപ്പോൾ അടിയന്തരമായി പ്രളയം നേരിട്ടവർക്കുള്ള അല്ലെങ്കിൽ ഈ ഉരുൾപൊട്ടൽ നേരിട്ടവർക്കുള്ള വിക്ടിംസിനായിട്ടുള്ള ഒരു പുനരധിവാസം ഏറ്റവും അടിയന്തരമായി നടത്തേണ്ടതുണ്ട്. 2, വൾണറബിൾ ആയിട്ടുള്ള കണ്ടീഷനിൽ ജീവിക്കുന്ന ആളുകൾ ഇന്നും അവിടെയുണ്ട്. അതായത് ഈ പ്രോൺ ഏരിയ, ഈ ഉരുൾപൊട്ടൽ പ്രോൺ ഏരിയയിൽ ജീവിക്കുന്ന ആളുകൾ ഇന്നും അവിടെയുണ്ട്. അതുപോലെ തന്നെ ഈ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടും നാശനഷ്ടങ്ങൾ, അതായത് അവരുടെ ജീവന് നാശനഷ്ടങ്ങൾ ഉണ്ടാവാതെ തന്നെ പലർക്കും അവരുടെ ജീവനോപാധികൾ നഷ്ടപ്പെട്ടവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയുള്ള ഒരു 2ാമത്തെ റീഹാബിലിറ്റേഷൻ വേണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആദ്യത്തെ ആവശ്യം. ഇനി 2, താങ്കൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ
ഒരു മൈക്രോ ലെവൽ ഫാമിലി പാക്കേജ് എന്നുള്ളതാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ച മറ്റൊരു പദ്ധതി. അതിൻ്റെ കാരണം ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ 2 ഏക്കർ സ്ഥലം നഷ്ടപ്പെട്ടവരുണ്ട്, വലിയ കൃഷിയിടങ്ങൾ നഷ്ടപ്പെട്ടവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ എന്താണോ നഷ്ടമായത് ആ നഷ്ടം കണക്കിലാക്കിക്കൊണ്ടുള്ള അവരുടെ ഉപജീവനം തിരിച്ചു പിടിക്കേണ്ടതുള്ള അവരുടെ കുടുംബം മുന്നോട്ട് പോകേണ്ടതിനായിട്ടുള്ള ഒരു മൈക്രോ ലെവൽ ഫാമിലി പാക്കേജ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകണമെന്നുള്ളതാണ് ഞങ്ങളുടെ 2ാമത്തെ ആവശ്യം. ഇനി 3ാമത്തെ ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യം അത് വാർണിംഗ് സിസ്റ്റത്തിന് വേണ്ടി ഒരു വലിയ തുക നമ്മളിവിടെ മുടക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇവാക്വേഷൻ സിസ്റ്റത്തിന് വേണ്ടി ഒരു വലിയ തുക മുടക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അത് ഇനി വരാൻ പോകുന്ന ദുരന്ത ഭൂമിയിലും ഈ പ്രോൺ ഏരിയകൾ മാർക്ക് ചെയ്യാനും, 2 ഒരു ദുരന്തമുണ്ടായാൽ അവിടെ ഇവാക്വേഷൻ നടത്തുന്നതിനുള്ള എക്സ്ട്രാ മോഡേൺ ആയിട്ടുള്ള വാർണിംഗ് സിസ്റ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ഒരു പദ്ധതി നടപ്പിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് സെൻട്രൽ ഒരു അസിസ്റ്റൻസ് നമുക്ക് വേണം. ഇതാണ് UDF അതിപ്രധാനമായി വയനാടുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വച്ചിരിക്കുന്ന ഒരു പുനരധിവാസ പാക്കേജ്. പക്ഷേ ആ പുനരധിവാസ പാക്കേജിൽ സെൻട്രൽ അസിസ്റ്റൻസിന് വേണ്ടി മെമ്മോറാണ്ടം എത്ര രൂപയുടെയാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ പോലും നമുക്കൊരു വ്യക്തത ലഭിച്ചില്ല. സർക്കാർ കൊടുത്തിട്ടുണ്ട്, 2000 കോടി ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും അത് എന്തിനൊക്കെയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്, അടിയന്തര സഹായം എത്രയൊക്കെയാണ് വേണ്ടത് എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു അവ്യക്തത തുടരുകയാണ്. അത് ഇനി വരാനിരിക്കുന്ന കാര്യങ്ങളാണ്. ഇനി നടന്ന കാര്യങ്ങളെപ്പറ്റി നമ്മളൊരു ചർച്ച ചെയ്യേണ്ടതുണ്ട് ഈ ഘട്ടത്തിൽ. കാരണം പഴയ അനുഭവം നമുക്ക് ഉണ്ടാകരുത്. ഇപ്പോൾ പണ്ട് പല കാരണങ്ങൾ കൊണ്ട് പുനരധിവാസം വൈകിട്ടുണ്ടാവും. ഇപ്പോൾ ഇതേ വയനാട് നടന്ന ഉരുൾപൊട്ടലിന് തൊട്ട് അപ്പുറമുള്ള പുത്തുമല, ഇപ്പോൾ പുത്തുമലയിൽ 2019 ഉരുൾപൊട്ടലുണ്ടായി. അന്ന് അവിടെ സംഭവിച്ചത് 105 കുടുംബങ്ങൾക്ക് അവരുടെ വീടുകൾ നഷ്ടപ്പെട്ടു, 17 പേർക്ക് സ്ഥലങ്ങൾ നഷ്ടപ്പെട്ടു, ഒരു പാടി നഷ്ടപ്പെട്ടു. ഈ 17 പേർക്ക് സ്ഥലങ്ങൾ നഷ്ടപ്പെട്ട ആളുകൾ ഇന്നും വാടക വീട്ടിൽ താമസിക്കുന്നവരുണ്ട്. ആ പാടി നഷ്ടപ്പെട്ട 4 കുടുംബങ്ങൾ ഉണ്ടായിരുന്ന ഒരു പാടി നഷ്ടപ്പെട്ടവർക്ക് ഇന്നും പുതിയ വീടുകൾ വെച്ച് നൽകിയിട്ടില്ല. അപ്പം അവർ ഒരു 7 സെന്റ് സ്ഥലം തന്നാൽ മതി, ഞങ്ങൾ മറ്റു പദ്ധതികൾപ്പെട്ട് ഞങ്ങൾ വീടുകൾ വെച്ചോളാം എന്ന് പറയുന്നവർ ഇന്നുമുണ്ട്. ആ നാട്ടിൽ വാടക വീട്ടിൽ കഴിയുന്നവർ ഇന്നുമുണ്ട്. അതാണ് പുത്തുമലയിലെ അവസ്ഥ. ഇപ്പം 2019 നിലമ്പൂരുമായി ബന്ധപ്പെട്ട് പ്രളയമുണ്ടാകുകയും അവിടെ കവളപ്പാറയിൽ ഉരുൾപൊട്ടൽ ഉണ്ടാവുകയും ചെയ്തു. അന്ന് ആ നിലമ്പൂരിൽ ഉണ്ടായ പ്രളയത്തിൽ നമ്മൾ കവളപ്പാറ മാത്രമല്ല സംഭവിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. കാരണം വലിയ രീതിയിൽ വെള്ളമൊഴുകി വന്ന് മണ്ണിടിഞ്ഞു വന്ന് ചാലിയാറിന് ഇരുകരങ്ങളിലും വലിയ രീതിയിലുള്ള നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ നമുക്കറിയാം അവിടെ പോത്തുകല്ല് പഞ്ചായത്തിലെ 4 പ്രദേശങ്ങളിൽ ഏതാണ്ട് 240 വീടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവർക്കെന്നും പുനരധിവാസം ലഭിച്ചിട്ടില്ല, അവരെന്നും ഷെഡിലാണ് ജീവിക്കുന്നത്. ഇനി വഴിക്കടവിൽ ഇതേ പ്രളയം അനുഭവിച്ചിട്ടുണ്ട്. ഇവിടെ പുഞ്ചക്കെട്ടി പോലെയുള്ള ആളക്കൽ പോലെയുള്ള 128 വീടുകൾ അവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട്, അവിടെ നടന്നിട്ടില്ല. ഇപ്പൊ കരുളായി പഞ്ചായത്തിൽ അങ്ങനെ ഏതാണ്ട് 2019 ഈ കവളപ്പാറയുമായി ബന്ധപ്പെട്ട് തന്നെ നിലമ്പൂരിൽ ഏതാണ്ട് 400-ലധികം വീടുകൾ നഷ്ടപ്പെട്ടിട്ടും അവിടെ വീടുകൾ വെച്ചു കൊടുക്കാത്തത് കാരണം ബഹുമാനപ്പെട്ട ആര്യാടൻ ഷൗക്കത്ത് ഒരു ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകുകയുണ്ടായി. ആ ഹർജിയുടെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി ഒരു വിധി പ്രസ്താവിച്ചു. എന്താണ്? അടിയന്തരമായി ശൗചാലയങ്ങളും കുടിവെള്ളവും എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്. ആ ശൗചാലയത്തിന്റെ പണി പോലും പൂർണ്ണമായിട്ട് നടന്നിട്ടില്ല എന്ന് പറയുമ്പോൾ നമുക്ക് മുൻകാലങ്ങളിൽ എന്താണോ ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ടുണ്ടായ വീഴ്ചകൾ, ആ വീഴ്ചകൾ പരിഹരിച്ചുകൊണ്ട് കേന്ദ്രത്തിൻ്റെയും കേരളത്തിൻ്റെയും സമ്പൂർണമായ സഹകരണത്തോടു കൂടി വയനാട്ടിൽ ഒരാളും ദുരിതാശ്വാസ ക്യാമ്പിൽ അധിക നാൾ കഴിയാത്തവണ്ണം ഇപ്പോൾ ഞങ്ങൾ തന്നെ പല പദ്ധതികളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്കറിയാം, ഞങ്ങൾ ഇവർ കണ്ടെത്തുന്ന വാടക വീടുകളിൽ 50 വാടക വീടുകൾ വീടൊരുക്കാം എന്നൊരു പദ്ധതി യൂത്ത് കോൺഗ്രസിനുണ്ട്. ഞങ്ങൾ 50 വാടക വീടുകൾ ഇവർ കണ്ടെത്തി തന്നാൽ ആ 50 വീടുകളിലെ അടിയന്തരമായ അത്യാവശ്യ സാമഗ്രികളൊക്കെ മേടിച്ചു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഇപ്പോൾ വീടുകൾ വെച്ചു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വളരെയധികം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 250 വീടുകൾ ശ്രീ രാഹുൽ ഗാന്ധി വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, 30 വീടുകൾ യൂത്ത് കോൺഗ്രസ് തന്നെ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും സന്നദ്ധ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും പലരും ഇതൊക്കെ വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട പ്രശ്നം ടൗൺഷിപ്പ് എന്ന മോഡലിലേക്ക് വരുമ്പോൾ ഭൂമി എപ്പോൾ നമുക്ക് അടിയന്തരമായി ലഭിക്കും എന്നുള്ളതാണ്. ആ ഭൂമിയുടെ ലഭ്യത ഏറ്റവും വേഗതയിൽ ഉറപ്പുവരുത്തിയാൽ നമുക്ക് തീർച്ചയായിട്ടും ഈ പുനരധിവാസ പാക്കേജ് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ തന്നെ ഒരു മോഡൽ വയനാട്, റീബിൽഡ് വയനാട് മോഡൽ, അത് നമുക്ക് പൂർണ്ണമായിട്ടും അത് UDF അതിനകത്ത് സഹകരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ശ്രീ അബിൻവർക്കി ഞാൻ വരാം. ശ്രീ സന്ദീപ് വാര്യർ, ഇപ്പോൾ മുഖ്യമന്ത്രി വയനാട്ടിലെ ജനങ്ങൾക്ക് നൽകിയ ഉറപ്പ് എന്നത് ഒരു കേരള മോഡൽ പുനരധിവാസം, അതായത് എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു ടൗൺഷിപ്പ് എന്നതാണ്. അത് യാഥാർത്ഥ്യമാകുന്നതിനുള്ള തടസ്സങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് മുൻപ് തന്നെ ഈ താൽക്കാലിക പുനരധിവാസം തന്നെ പ്രതിസന്ധിയിലാകുന്ന തരത്തിൽ ചില വെല്ലുവിളികൾ സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ നേരിടുന്നുണ്ട് എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇന്നൊരു മന്ത്രി തന്നെ പ്രതികരിച്ചു. ഇപ്പോൾ 2-3 മന്ത്രിമാർ ഈ ദിവസം പ്രതികരിച്ചപ്പോൾ അതിൽ ഒരു മന്ത്രി പറഞ്ഞത്, മുഹമ്മദ് റിയാസ് പറഞ്ഞത്,
കേന്ദ്രത്തിൻ്റെ സഹായത്തിന് വേണ്ടി വളരെ പ്രതീക്ഷയോടുകൂടി കേരളം കാത്തു നിൽക്കുന്നു എന്നാണ്. മറ്റൊരു മന്ത്രി പറഞ്ഞത്, അതായത് AK ശശീന്ദ്രൻ പറഞ്ഞത്, ഇതിനോടകം തന്നെ ഒരു അടിയന്തര സഹായം എന്നത് തരേണ്ടതായിരുന്നു, അത് ഇതുവരെ തന്നിട്ടില്ല എന്നതാണ്. അപ്പോൾ സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ചൊക്കെ കേന്ദ്രത്തിന് നന്നായി അറിയാം, കാരണം അതൊരു നിയമ പോരാട്ടത്തിലൊക്കെ എത്തിച്ചേർന്ന സംഭവമാണ്. പ്രധാനമന്ത്രി നേരിട്ട് വന്ന ദുരന്തബാധിത മേഖലകൾ കണ്ട് മനസ്സിലാക്കിയപ്പോൾ സ്വാഭാവികമായും അവിടെ വെച്ചോ അല്ലെങ്കിൽ തൊട്ടു പിറ്റേന്നാൾ അദ്ദേഹം ഡൽഹിയിൽ എത്തിയോ ഒരു പ്രഖ്യാപനം ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചവരുണ്ട് കേരളത്തിൽ. അപ്പോൾ കേന്ദ്രത്തിൻ്റെ ഈ ധനസഹായം വൈകുന്നതിന് ഒരു കാരണമുണ്ടോ? ഈ വൈകൽ കേരളത്തിൽ താൽക്കാലിക പുനരധിവാസം അടക്കമുള്ള പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് എന്ന് താങ്കൾ കാണുന്നുണ്ടോ? ഒന്ന്, ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി വയനാട്ടിൽ വന്ന് ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ മറ്റൊരു പ്രധാനമന്ത്രിയും ചെയ്തിട്ടില്ലാത്ത വിധം ദീർഘനേരം തന്നെ വയനാടിന് വേണ്ടി നൽകുകയും ആ മുണ്ടക്കൈയിലെ ആ ദുരന്തബാധിത പ്രദേശത്തേക്ക് നടന്നു പോവുകയും ഒക്കെ ചെയ്ത് നമ്മൾ കണ്ടതാണ്. അദ്ദേഹം വളരെ വിശദമായി തന്നെ ഇതിൻ്റെ ആഘാതം സംബന്ധിച്ചിട്ടുള്ള വളരെ മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസ് അദ്ദേഹം ശേഖരിക്കുകയും തുടർന്ന് മന്ത്രിതല സമിതി അടക്കമുള്ള ജില്ലാ കളക്ടർ അടക്കമുള്ളവരുമായി ദീർഘനേരം ഈ വിഷയങ്ങൾ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായി വിഷയം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതിനുശേഷം അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രതികരണത്തിൽ കേരള ഗവൺമെൻറ്റിനോട് വിശദമായിട്ടുള്ള മെമ്മോറാണ്ടം സമർപ്പിക്കാൻ ആവശ്യപ്പെടുകയുണ്ടായി. ഓരോ മേഖലയിലും എത്രയൊക്കെയാണ് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുള്ളത്, എങ്ങനെയാണ് റീഹാബിലിറ്റേഷൻ ഉദ്ദേശിക്കുന്നത്. ഇത് സംബന്ധിച്ച് നമുക്കറിയാം, ഡിസാസ്റ്റർ റീഹാബിലിറ്റേഷൻ എന്നുള്ളത് പൂർണ്ണമായും സ്റ്റേറ്റ് സബ്ജക്റ്റാണ് നമ്മുടെ ഭരണഘടന പ്രകാരം. അതുകൊണ്ട് സംസ്ഥാനം ഇക്കാര്യത്തിൽ വിശദമായ റിപ്പോർട്ട് തരുന്ന മുറയ്ക്ക് കേന്ദ്ര സർക്കാർ നൽകേണ്ട സഹായം സംബന്ധിച്ച എല്ലാ അനുഭാവപൂർണ്ണമായിട്ടുള്ള നടപടികളും ഉണ്ടാകുമെന്നുള്ളത് പ്രഖ്യാപിച്ചത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹം പറഞ്ഞത് പണം ഒരു തടസ്സമാകില്ല എന്നുള്ളതാണ്. ഇന്ന് ബഹുമാനപ്പെട്ട മന്ത്രി രാജൻ, അദ്ദേഹം ഈ മന്ത്രിതല സമിതിയിലെ അംഗമാണ്. അദ്ദേഹം തന്നെ പറഞ്ഞു 2 ദിവസത്തിനകം ഈ റിപ്പോർട്ട് കൊടുക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ എന്ന് മന്ത്രി തന്നെ പറയുന്നത്. അതായത് റിപ്പോർട്ട് ഇതുവരെ കൊടുത്തിട്ടില്ല എന്നാണ് കേരളത്തിലെ ഈ മന്ത്രിതല സമിതിയിൽ തന്നെ ഉൾപ്പെടുന്ന ഒരു മന്ത്രി സ്ഥിരീകരിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പോലും ഈ നിമിഷം വരെ കേന്ദ്രം സഹായം തന്നിട്ടില്ല എന്നൊരു ആക്ഷേപം ഉന്നയിച്ചിട്ടില്ല. കേന്ദ്രത്തിൻ്റെ ആദ്യ ഗഡു സഹായം ഈ ദുരന്തം നടന്ന ഉടൻ തന്നെ കേരളത്തിൽ കിട്ടിയിട്ടുള്ളതാണ്. ഈ ദുരന്തബാധിതരായിട്ടുള്ള ആളുകൾക്ക്, മരണപ്പെട്ട ആളുകൾക്കുള്ള സഹായം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. ഇവിടെ റെസ്ക്യൂ വർക്കിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ചെയ്തിട്ടുള്ളതാണ്. ഏകദേശം 145 കോടി രൂപയോളം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സഹായങ്ങൾ, അത് റെസ്ക്യൂ വർക്കുമായി ബന്ധപ്പെട്ടതും അടിയന്തര സഹായവും ഒക്കെ കേന്ദ്രം ചെയ്തു കഴിഞ്ഞിട്ടുള്ളതാണ്. അടുത്ത ഘട്ടം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട സമിതികൾ കൂടി നിശ്ചയിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് നിശ്ചയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പണം ഒരു തടസ്സമാവില്ല എന്നുള്ള കാര്യം പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിട്ടാണ്. പക്ഷേ അതിലുപരിയായിട്ട് ഈ ചർച്ചയിൽ നേരത്തെ അങ്ങ് സൂചിപ്പിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ പ്രധാനമാണ്. ഈ 30-ാം തീയതി മുതൽ ഈ പ്രദേശത്ത് പ്രധാനമന്ത്രി പോയതിന് ശേഷം വരെ നിന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. എനിക്ക് വളരെ നേരിട്ടറിയുന്ന പ്രദേശവുമാണ്. ഇന്നും അവിടുത്തെ പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷനുമായി ഞാൻ സംസാരിച്ചതാണ്. അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അങ്ങ് സൂചിപ്പിച്ചു തന്നെയാണ്. ഇവിടെ ഈ ക്യാമ്പുകളിൽ താമസിക്കുന്ന ആളുകൾക്ക് മേൽ വലിയ മാനസിക സമ്മർദ്ദമുണ്ട്. നിങ്ങൾക്ക് എന്തുകൊണ്ട് വാടക വീടുകൾ പോയിക്കൂടെ? ഇത് വളരെ 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 എന്താ പറയുക, നമുക്ക് ഇത്തരം ഒരു ദുരന്തം അഭിമുഖീകരിച്ച ആ ഇരകൾക്ക് മേൽ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കി വിടുന്നത് വളരെ മോശമാണ്. നിങ്ങൾക്ക് എന്തുകൊണ്ട് വാടക വീടുകളിലേക്ക് മാറിക്കൂടെ, ആയിട്ടുണ്ടല്ലോ എന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട്. പക്ഷേ അവിടെ പ്രശ്നമെന്ന് പറയുന്നത് പലപ്പോഴും ഈ വാടക വീടുകളിൽ സർക്കാർ കൊടുക്കുന്ന പണത്തേക്കാൾ എത്രയോ കൂടുതലാണ് വാടക വീടുകളിൽ പണം ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ പാർട്ടിയുടെ ജില്ലാ ഘടകത്തോട് തന്നെ ഏകദേശം ഇന്ന് മാത്രം 6ഓളം കുടുംബങ്ങൾ കൂടുതലായി കൊടുക്കേണ്ട വാടക സംബന്ധിച്ച് സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ഞങ്ങളുടെ ജില്ലാ പ്രസിഡന്റ് അത് കൊടുക്കാമെന്ന് സമ്മതിച്ചിരിക്കുകയാണ്. അപ്പോൾ സംസ്ഥാന സർക്കാർ വാടക വീടുകൾക്ക് കൊടുക്കുന്ന സഹായം അപര്യാപ്തമായതുകൊണ്ട് മാറാൻ സാധിക്കാത്തവരുണ്ട്. അതുപോലെ തന്നെ അവിടെ ഈ വീടുകളിലേക്ക് മാറ്റുന്ന കാര്യത്തിൽ പോലും ചില തരത്തിൽ ചില രാഷ്ട്രീയ ഇടപെടലുകൾ നടക്കുന്നു എന്നൊരു ആക്ഷേപം കൂടിയുണ്ട്. നോക്കൂ, ഈ ദുരന്തം നടന്ന 3-ാം ദിവസമാണ് ഒരു സർവകക്ഷി യോഗം വിളിച്ചത്. ഇവിടെ 3 പാർട്ടികളുടെ ആളുകളുണ്ടല്ലോ. അതിനുശേഷം ഇന്നേ വരെ വയനാട്ടിൽ ഒരു സർവകക്ഷി യോഗം എന്തേ നടക്കാത്തത്? അവിടെ മന്ത്രിതല സമിതി ഉണ്ടല്ലോ. അവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും വിശ്വാസത്തിലെടുക്കണ്ടേ? അവിടുത്തെ NGOകളെ വിശ്വാസത്തിലെടുക്കണ്ടേ? വിവിധ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ സർക്കാർ വിശ്വാസത്തിലെടുക്കണ്ടേ? ഇതിനപ്പുറം ഒരു റെട്ടറിക്കിനപ്പുറം എന്താണ് കാര്യക്ഷമമായിട്ട് ഇതുവരെ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞതിനെ സംബന്ധിച്ച്, ക്രിയാത്മകമായി ചെയ്യാൻ കഴിഞ്ഞതിനെ സംബന്ധിച്ച് ഒരു ആത്മപരിശോധന നടത്തണ്ടേ? ഇവിടെ ഇരുന്നിട്ട് വലിയ തോതിൽ ഇങ്ങനെ ഉപദേശം കൊടുക്കുന്നതിനപ്പുറം എന്താണ് ഈ വയനാട്ടിലെ ദുരന്തബാധിതർക്ക് വേണ്ടി ഈ നിമിഷം വരെ ക്രിയാത്മകമായിട്ട് ചെയ്യാൻ സാധിക്കും? അതായത് സർക്കാർ ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന താൽക്കാലിക പുനരധിവാസ നടപടികളിൽ എവിടെയൊക്കെയാണ് താങ്കൾ വീഴ്ച കാണുന്നത്? ഇപ്പോൾ ഈ സർവകക്ഷി യോഗം വിളിച്ചില്ല, താങ്കൾ പറഞ്ഞു. പക്ഷെ മറ്റെന്തെല്ലാം സ്പെസിഫിക് പോയിന്റ്സ് എന്താണ്? എവിടെയൊക്കെയാണ് സർക്കാരിന്റെ ഭാഗത്ത് താങ്കൾ വീഴ്ച കാണുന്നത്?
നോക്കൂ, ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ നിമിഷവും പൂർണ്ണമായിട്ടും ഈ രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സർക്കാരിനെ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഏജൻസികളെ പൂർണ്ണമായിട്ടും അവരെ തള്ളിക്കളയാനോ വിമർശിക്കാനോ അല്ല, പക്ഷേ ക്രിയാത്മകമായിട്ടുള്ള ചില കാര്യങ്ങൾ പറയണല്ലോ. ഉദാഹരണം, ഇവിടെ രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലുകൾ നടക്കുന്നു. വളരെ വേണ്ടപ്പെട്ട ആളുകൾക്ക് വാടക വീടുകളിലേക്ക് മാറാൻ വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു എന്നാണ് BJP ജില്ലാ അധ്യക്ഷൻ ഇന്ന് സൂചിപ്പിച്ചത്. വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ്, ഇക്കാര്യം സൂചിപ്പിക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്. രാഷ്ട്രീയമായിട്ട് ഈ കാര്യത്തിൽ പോലും ചേരിതിരിവുകൾ കാണിക്കുന്നത് ശരിയല്ല. ദുരന്ത സ്ഥലത്ത് ഉൾപ്പെട്ടിട്ടുള്ള എല്ലാവരും ഇരകളാണ്. അവിടെ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും വിഷയമാക്കരുത്. എല്ലാവർക്കും ഒരേ പരിഗണന കൊടുക്കണമെന്ന് ഞാൻ സർക്കാരിനോട് അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊന്ന്, സർവകക്ഷി യോഗം അടിയന്തരമായിട്ട് വിളിക്കണം. 3-ാം ദിവസത്തിന് ശേഷം ഈ നിമിഷം വരെ അവിടെ സർവകക്ഷി യോഗം നടന്നിട്ടില്ല. പാർട്ടിയോട് ചോദിക്കേണ്ട, ഈ 6000 രൂപ പ്രതിമാസം വാടക കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചത് ആരോട് ചോദിച്ചിട്ട്, ആരുടെ തീരുമാനം? അവിടുത്തെ രാഷ്ട്രീയ പാർട്ടിയോട് ചോദിച്ചിട്ടുണ്ടോ? വിളിച്ചിരുത്തി സംസാരിച്ചിട്ടുണ്ടോ? 6000 രൂപയ്ക്ക് എങ്ങനെയാണ് വാടക വീട് കിട്ടുന്നത്? ഈ ദുരന്ത സ്ഥലത്ത് ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് എങ്ങനെയാണ് ഈ വാടക കൊടുക്കാൻ സാധിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എത്ര ദിവസമാണ് അവർ ഇനി ആ ക്യാമ്പിൽ കഴിയേണ്ടത്? അപ്പോഴാണ് പറയുന്നത് ടൗൺഷിപ്പ് ഉണ്ടാക്കുന്നത്. പ്രാഗ്മാറ്റിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യണ്ടേ? ഒരു സെക്കൻഡ് പ്ലീസ്, ആളുകൾ കേൾക്കട്ടെ. ഞാൻ വാടക 6000 രൂപയ്ക്ക് കിട്ടില്ലെന്നേ, അതാ പ്രശ്നം. 6000 രൂപയ്ക്ക് വാടക വീട് കിട്ടുമോ എന്നുള്ളത് പരിശോധിക്കണ്ടേ? 6000 രൂപ കിട്ടുന്നില്ല, അതിന് ഇരട്ടിയാണ് ചോദിക്കുന്നത്. 12,000-ഉം 15,000-ഉമാണ് വാടക ചോദിക്കുന്നത്. എവിടുന്ന് എടുത്ത് കൊടുക്കും? അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമല്ലേ? ഇന്ന് മാത്രം 5-6 കുടുംബങ്ങൾ ഞങ്ങളെ ബന്ധപ്പെട്ടിരിക്കുന്നു. ബാക്കി പൈസ തരുമോ എന്ന് ചോദിച്ചിട്ട് കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ത് ചെയ്യാനാണ്? സർക്കാർ എന്താ 6000 രൂപ എങ്ങനെ നിശ്ചയിച്ചു? അതൊന്ന്. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ മുഖ്യമന്ത്രി ടൗൺഷിപ്പ് എന്ന് പറയുന്നു. നോക്കൂ, വയനാട് പോലെ സ്ഥലത്ത് ഇത്രയും കൂടുതൽ സ്ഥലം ഇനി ലാൻഡ് അക്വിസിഷൻ നടക്കുക എന്ന് പറഞ്ഞാൽ എത്ര കാലത്തെ, ദീർഘകാലത്തെ പദ്ധതിയായിരിക്കും? നിങ്ങൾക്കറിയാം, ലാൻഡ് അക്വിസിഷൻ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിയമ നടപടികൾ, പ്രശ്നങ്ങൾ വരും. അത് നീണ്ടുപോകാം. ലാൻഡ് അക്വിസിഷൻ നടന്ന ഈ ഒരു സ്ഥലം മുഴുവൻ ഒറ്റ ഒരു സ്ഥലം എടുത്തു കഴിഞ്ഞാൽ അവിടെ ലാൻഡ് ഡെവലപ്പ് ചെയ്യണം, ഡ്രെയിനേജ് സിസ്റ്റം അടക്കമുള്ള ഡെവലപ്പ് ചെയ്യണം, ദീർഘകാലമായിട്ടൊരു പദ്ധതി വരും. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവരുടെ റീഹാബിലിറ്റേഷൻ, പുനരധിവാസം എന്ന് പറയുന്നത് ഒരു അനന്തമായ പ്രക്രിയയായി മാറില്ലേ? അതിന് പകരം എത്രയും പെട്ടെന്ന് ഇവർക്ക് പുനരധിവാസം സാധ്യമാകണ്ടേ? വയനാട്ടിൽ ഒഴിഞ്ഞു കിടക്കുന്ന വീടുകളിലേക്ക് മാറ്റുക മാത്രമല്ല, ഇവിടെ ഈ മുഴുവൻ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും വിശ്വസിച്ച് വിവിധ ഏജൻസികൾ, NGO-കൾ, രാഷ്ട്രീയ പാർട്ടികൾ ഇവരെല്ലാവരും വീടുണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. സർക്കാർ എന്താ ചെയ്യേണ്ടത്? സർക്കാർ, ഞങ്ങളുടെ അഭിപ്രായത്തിൽ ചെയ്യേണ്ടത്, സർക്കാർ ഒരു സ്പെസിഫിക്കേഷൻ കൊടുക്കട്ടെ. ഒരു വീട് പണിയുന്ന സമയത്ത് ഇത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടാകണം, അതിന് ഇന്ന മെറ്റീരിയൽ ഉപയോഗിക്കണം. എന്നിട്ട് PWDയുടെ ഓവർസിയർമാരെ, എഞ്ചിനീയർമാരൊക്കെ അതിനെ മോണിറ്റർ ചെയ്യട്ടെ. അതിലപ്പുറം എല്ലാം ഞങ്ങൾ ചെയ്യണം. എന്തിനാണ് സർക്കാർ ഇങ്ങനെ വാശി പിടിക്കുന്നത്? ഇതെല്ലാം സർക്കാർ വഴിക്ക്, സർക്കാർ കാര്യം മുറ പോലെ എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? അപ്പോൾ ഈ ഓരോ ഫയലുകളിലും ഓരോ ജീവിതമുണ്ടെന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ മുൻപിലിരിക്കുന്ന 100 കണക്കിന് ഫയലുകൾ കാരണം, അത് നീങ്ങാത്തത് കാരണം ഇന്ന് 100 കണക്കിന്, 1000 മനുഷ്യർ ഈ ദുരന്തത്തിന്റെ ഇരകളാക്കപ്പെട്ടവർ അവിടെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെന്ന് കൂടി മനസ്സിലാക്കണം. ഈ സമയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ വിഷയം എന്ന് പറയുന്നത് പ്രത്യാരോപണങ്ങൾക്കുള്ളല്ലാന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷേ ഈ ഇരകളുടെ ഈ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ പറയണ്ടേ? അവിടെ ഇത് ടൗൺഷിപ്പ് ആക്കണം എന്നൊക്കെ പറയുമ്പോൾ കേൾക്കാൻ നല്ല സുഖമുണ്ട്. പക്ഷെ വയനാട്ടിൽ 500-1000 ഏക്കർ ഒറ്റയടിക്ക് ഇനി എടുത്തിട്ട് ലാൻഡ് അക്വിസിഷൻ എന്ന് പറയുന്ന നടപടിക്രമം പൂർത്തിയാക്കി ഇത് മുഴുവൻ എടുത്ത്, അത് മുഴുവൻ സിസ്റ്റവും, ഡ്രെയിനേജ്, ഇലക്ട്രിസിറ്റി, റോഡ്, എല്ലാം, കണക്ടിവിറ്റി, സ്കൂൾ, ഇതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് ഇവരെ റീഹാബിലിറ്റേറ്റ് എന്ന് പറയുമ്പോൾ അത്രയും കാലം ഇവരെവിടെ കഴിയണം? അത്രയും കാലം ഇവർ വാടക വീട് കഴിയണോ? അത്രയും കാലം ഇവർ ഈ ക്യാമ്പുകളിൽ കഴിയണോ? പ്രാഗ്മാറ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് വേണ്ടേ? ഇത് പറഞ്ഞു കൊടുക്കേണ്ട രാഷ്ട്രീയക്കാർ. അതുപോലെ മൈക്രോ ലെവലിൽ ഓരോ കുടുംബങ്ങളും പ്രത്യേക പാക്കേജ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് പ്രായോഗികമായിട്ടുള്ള നിർദ്ദേശങ്ങൾ വേണം പ്രതിപക്ഷ പാർട്ടികളും നിർദ്ദേശിക്കാൻ. ദയവ് ചെയ്ത് ആളുകളെ വഴിതെറ്റിച്ച് ഈ റെട്ടറിക്കിന്റെ ഒരൊന്നുണ്ടോ, കയ്യടി കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് ഇരകളെ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കരുത്. ആ രീതിയിലേക്ക് പോകരുത്. ഇതൊരു അഭ്യർത്ഥനയാണ്. ശരി, ശ്രീ ഗഗറിൻ, 2-3 കാര്യങ്ങളാണ് ഈ ചർച്ചയിൽ സന്ദീപ് വാര്യർ പറഞ്ഞത്. ഒന്ന്, അടിയന്തര സഹായം എന്ന നിലയിൽ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു പിന്തുണ ഈ ദുരന്ത മുഖത്ത് നിൽക്കുമ്പോൾ കേരളത്തിന് കിട്ടിയിട്ടുണ്ട് എന്നതാണ്. റെസ്ക്യൂ ഓപ്പറേഷൻസ് അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഒരു കണക്ക് അവതരിപ്പിച്ചത്. ബാക്കി ധനസഹായം അടക്കം, അല്ലെങ്കിൽ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നുള്ള സഹായം അടക്കമുള്ള കാര്യങ്ങളിൽ കേരളം കൊടുക്കുന്ന സമഗ്രമായ റിപ്പോർട്ട് ലഭിച്ച ശേഷം ഉണ്ടാകും എന്നാണ്. രണ്ടാമത്തെ കാര്യം, ഏകപക്ഷീയമായ സർക്കാർ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുന്നു. സർവകക്ഷി യോഗം വിളിക്കുകയോ ഇതര രാഷ്ട്രീയ പാർട്ടികളുടെ അഭിപ്രായം തേടുകയോ ഒന്നും ചെയ്യാതെയാണ് കാര്യങ്ങൾ നിശ്ചയിച്ച് സർക്കാർ മുന്നോട്ട് പോകുന്നത് എന്നതാണ്. മൂന്നാമത് അദ്ദേഹം ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആക്ഷേപം, പ്രായോഗികമായി സാധ്യമല്ലാത്ത ചില കാര്യങ്ങൾ സർക്കാർ വലിയ പദ്ധതികളായി വയനാട്ടിലെ ദുരന്തബാധിതർക്ക് മുന്നിലും കേരളത്തിന് മുന്നിലും അവതരിപ്പിക്കുന്നു എന്നതാണ്. താങ്കളുടെ മറുപടി? സന്ദീപ് വാര്യർ അങ്ങനെ പറയുമ്പോൾ
ഇതിൻ്റെ ഈ ഒന്നാം ഘട്ടത്തിൽ ആർക്കും ഒരാക്ഷേപം ഉണ്ടായിരുന്നില്ല. എല്ലാവരും യോജിച്ച് നല്ല രീതിയിൽ ഗവൺമെൻറ് ഉൾപ്പെടെ പ്രവർത്തിച്ചു എന്ന അഭിപ്രായം എല്ലാവരും പറഞ്ഞു. ഇപ്പോൾ പതുക്കെ പതുക്കെ കക്ഷി രാഷ്ട്രീയമായിട്ട് കേരളത്തിലെ ഗവൺമെൻറ്റിനെതിരെ ഇതിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ജനങ്ങളെ ഗവൺമെൻറ്റിനെതിരെ തിരിക്കാനുള്ള ശ്രമം UDFും BJP ആരംഭിച്ചിട്ടുണ്ട്. സന്ദീപ് വാര്യർ ഇത് പറയുമ്പോൾ ഈ എന്തെങ്കിലും ഞാൻ ചോദിക്കട്ടെ, പുത്തുമല ദുരന്തം ഉണ്ടായല്ലോ, മുമ്പ് ഇതുപോലുള്ള ഉരുൾപൊട്ടൽ പ്രളയം ഉണ്ടായി, എന്താ കേന്ദ്ര ഗവൺമെൻറ് ചെയ്തത്? ഈ തവണത്തെ പോട്ടെ, മുമ്പ് എന്താ ചെയ്തത്? എന്തെങ്കിലും ഒരു കാര്യം ചെയ്തോ ജനങ്ങൾക്ക് വേണ്ടിയിട്ട്? ചെയ്തിട്ടില്ല. 2, കോൺഗ്രസിൻ്റെ പ്രതിപാദിച്ചല്ലോ, പുത്തുമലയിൽ ഏതെങ്കിലും ഒരാൾക്ക്, പുത്തുമലയിലെ ഗുണഭോക്താക്കളെ നിശ്ചയിച്ചത് അന്നത്തെ MLAയോ മന്ത്രിമാരോ അല്ല, മറിച്ച് പഞ്ചായത്തിലെ ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ആരാധനാലയങ്ങളുടെ പ്രതിനിധികളും ചേർന്ന ഒരു കമ്മിറ്റിയാണ് പുത്തുമലയിലെ ഗുണഭോക്താക്കൾ ആരാണെന്ന് അന്തിമമായി ലിസ്റ്റ് ഉണ്ടാക്കി അതിലേതെങ്കിലും ഒരാൾക്ക് അന്ന് ഗവൺമെൻറ് പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങൾ ലഭിക്കാത്തതുണ്ടെങ്കിൽ അതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. വെറുതെ ഇങ്ങനെ ഒരു കവലപ്രസംഗം നടത്തുന്ന പോലെ ഇത്തരം ഒരു ജനങ്ങൾ വലിയ ദുരിതം അനുഭവിക്കുമ്പോൾ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന പ്രചരണം നടത്തുന്നത് ശരിയല്ല. രണ്ടാമത്തത്, ഇന്ന് കഴിഞ്ഞ തവണ പുത്തുമല ദുരന്തം ഉണ്ടായപ്പോൾ ഈ താൽക്കാലിക പുനരധിവാസത്തിൻ്റെ നേതൃത്വം നൽകിയത് മേപ്പാടി ഗ്രാമപഞ്ചായത്തായിരുന്നു. ഇന്ന് ആ ഗ്രാമപഞ്ചായത്ത് എന്തെങ്കിലും അത്തരം കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ടോ, ഇടപെടുന്നുണ്ടോ? മാത്രമല്ല, സന്ദീപ് വാര്യർ പറഞ്ഞത് ഗവൺമെൻറ് ഏകപക്ഷീയമായി പ്രവർത്തിക്കുന്നു എന്നാണ്. താൽക്കാലിക പുനരധിവാസത്തിന് ഗവൺമെൻറ് മന്ത്രിസഭയുടെ ഉപസമിതി ഇവിടെ ഒരു കമ്മിറ്റി തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. ആ കമ്മിറ്റിയിൽ മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധികൾ, പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും അടങ്ങുന്നതാണ് ആ കമ്മിറ്റി. അവരാണ് അതിന് നേതൃത്വം നൽകേണ്ടത്. പക്ഷെ മേപ്പാടി ഗ്രാമപഞ്ചായത്ത് ആ പ്രവർത്തനത്തിൽ എത്രമാത്രം ചെയ്തു എന്നുള്ളത് ഇവർ രണ്ടു കൂട്ടരൊന്നും ആലോചിക്കുന്ന നല്ലതാണ്. എന്താണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് യാതൊരു അർത്ഥശങ്കയ്ക്കും ഇടയില്ലാതെ ചരിത്രത്തിൽ ഇന്നലെ വരെ 21 മന്ത്രിമാർ കേരളത്തിലുള്ളതിൽ 20 മന്ത്രിമാരും ഇവിടെ ഇടപെട്ടിട്ടുണ്ട്, ഇവിടെ നേരിട്ട് വന്നിട്ടുണ്ട്, നേരിട്ട് വന്ന് ഇടപെട്ടവരാണ്. അതുമാത്രമല്ല, 4 മന്ത്രിമാർ ഒരു ഉപസമിതി രൂപീകരിച്ച് ഇവിടെ നിന്നുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾക്ക് ഇത്ര ദിവസം നേതൃത്വം നൽകി എന്നുള്ള പറയുന്നത് ചെറിയൊരു കാര്യമല്ല. അവർ നേരിട്ട് ഇവിടെ നിൽക്കുക എന്നത് പോയിന്റിലേക്ക് കൊണ്ടുവരട്ടെ. അതായത് ഈ മുഖ്യമന്ത്രി ഇവിടെ വന്നപ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം താങ്കൾ പറഞ്ഞോളൂ, ഞാൻ രണ്ട് കാര്യങ്ങൾ താങ്കൾക്ക് മറുപടി പറയാൻ വേണ്ടിയാണ്. മുഖ്യമന്ത്രി ഇവിടെ വന്നപ്പോൾ രാഷ്ട്രീയ പാർട്ടി ഇവിടെ കൽപ്പറ്റ രണ്ട് കാര്യങ്ങൾ താങ്കൾക്ക് മറുപടി പറയാനാണ്. അതായത് വയനാട്ടിൽ ഈ വാടക വീടുകൾ കിട്ടുന്നതിനുള്ള പ്രയാസം, അതായത് വാടക വീടുകൾ വലിയ തുക ആവശ്യപ്പെടുന്നു, ആ കാര്യത്തിൽ സർക്കാരിന് ഇടപെടൽ ഉണ്ടാകുന്നില്ല, പലരും അവരെയൊക്കെ സമീപിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. രണ്ട് കാര്യങ്ങൾ. രണ്ടാമത്തെ കാര്യം, അവിടെ വാടക വീടുകൾ കിട്ടുന്ന മുറയ്ക്ക് അവരെ കൊണ്ടുപോകുന്ന കാര്യത്തിൽ രാഷ്ട്രീയ താല്പര്യത്തോടു കൂടി ഇടപെടുന്നു. ഞാൻ പറഞ്ഞത് ഈ ചർച്ചയിൽ ഉന്നയിക്കപ്പെട്ട 2 പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ്. അതിന് താങ്കൾക്ക് മറുപടി പറയാം. ഏതെങ്കിലും ഒരു കേസിൽ ഈ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന പാർട്ടി CPM ആണല്ലോ, മുഖ്യമന്ത്രിയുടെ പാർട്ടി CPM അല്ലേ? ഏതെങ്കിലും ഒരാളുടെ കാര്യത്തിൽ അങ്ങനെ ഇടപെട്ടു എന്ന് തെളിയിക്കാൻ കഴിഞ്ഞാൽ ആ കാര്യത്തിൽ എന്ത് നിലപാട് വേണേൽ സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഏതെങ്കിലും ഒരാളുടെ കാര്യത്തിൽ. ഇതെല്ലാം രാഷ്ട്രീയമായിട്ട് ഇങ്ങനെ പറയുന്നു ഞങ്ങൾക്കറിയാം. ഒരു ഘട്ടം കഴിയുമ്പോൾ ഏതെങ്കിലും ഒരാളെ രാഷ്ട്രീയമായ താല്പര്യം വെച്ചുകൊണ്ട് പുനരധിവാസത്തിൽ വളരെ കൃത്യമായി ഞങ്ങൾ പഞ്ചായത്തും ഉദ്യോഗസ്ഥരും ചേർന്നാണ് ലിസ്റ്റ് ഉണ്ടാക്കുന്നത്, പ്രയോറിറ്റി നിശ്ചയിക്കുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ സംഭവത്തിൻ്റെ ദുരന്തം അനുഭവിച്ച പ്രദേശത്തെ ആളുകളുടെയാണ് 1, 2, 3 എന്ന് പറഞ്ഞ് ലിസ്റ്റ് ഉണ്ടാക്കിയെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാനത് കണ്ടിട്ടില്ല, ഞാൻ ഇടപെട്ടിട്ടില്ല. ഏതെങ്കിലും ഒരാൾ, ഭരണകക്ഷിയിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾ അത്തരം കാര്യത്തിൽ ഇടപെട്ടതായിട്ട് അവർക്ക് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി പറ്റുമോ? ഏതെങ്കിലും? അങ്ങനെയാണെങ്കിൽ ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്ന UDF ആണ്. ആ UDFിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളാണ് ഈ ലിസ്റ്റ് ഉണ്ടാക്കുന്നത്. അതിലെങ്ങനെയാണ് പിന്നെ സംസ്ഥാന ഭരണകക്ഷിയുടെ ആളുകൾ ഈ ഇടപെട്ടുകൊണ്ട് ആളുകളെ നോക്കി ഇടപെടുന്നു? അതൊക്കെ ഈ BJPയെ സംബന്ധിച്ച് എന്താണെന്ന് വെച്ചാൽ, എന്ത് ദുരന്തം ഉണ്ടായാലും ഒന്നും ചെയ്യാതെ ഇത്തരത്തിലുള്ള വാചകം പറഞ്ഞ് രക്ഷപ്പെടുന്നു എന്നുള്ളത് ഇന്ത്യയുടെ ഒരു ദുരന്തമായിട്ട് അവശേഷിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഒന്നും ചെയ്യൂല. അതുകൊണ്ടല്ലേ ഈ പ്രധാനമന്ത്രി ഇവിടെ വന്നതിനെ ഞങ്ങൾ പോസിറ്റീവായിട്ട് എടുത്തു, പ്രധാനമന്ത്രി ഇവിടെ വന്ന് ഇടപെട്ടതിനെ പോസിറ്റീവായി എടുത്തു. പക്ഷേ ഇന്ന് വരെ ഒരു മെമ്മോറാണ്ടം, അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോഴും മെമ്മോറാണ്ടത്തിൻ്റെ കാര്യമല്ലേ പറയുന്നത്? മെമ്മോറാണ്ടം എന്നത് കണക്കുകളെ അടിസ്ഥാനപ്പെടുത്തി തിട്ടപ്പെടുത്തി കൊടുക്കേണ്ട ഒരു കാര്യമാണ് സംസ്ഥാന ഗവൺമെൻറ്.
അത് കൊടുക്കുന്നതിന് കുറച്ച് സമയമെടുക്കും, യാതൊരു സംശയവുമില്ല. അത്രയേറെ തിട്ടപ്പെടുത്താനുണ്ട്. കാരണം എന്താ വെച്ചാൽ മരണത്തിൻ്റെ എണ്ണം പോലും ഇപ്പോഴും പൂർണ്ണമായിട്ട് നമുക്ക് തിട്ടപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല, മുഴുവൻ ആളെ കിട്ടിയിട്ടില്ല. അപ്പോൾ മെമ്മോറാണ്ടം കൊടുക്കുമ്പോൾ അത്രയും സൂക്ഷ്മമായി കൊടുക്കണം. ഒരു മെമ്മോറാണ്ടം കൊടുക്കേണ്ട കാര്യം പറഞ്ഞിട്ട് പ്രധാനമന്ത്രി ഇവിടെ വന്നു പോയിട്ട് ഇത്തരത്തിലൊരു ദുരന്തമുണ്ടായിട്ട് എന്നാൽ ഞങ്ങൾ അതിനു വേണ്ടി, ഞാൻ ചോദിക്കട്ടെ, മുഴുവൻ പ്രഖ്യാപിക്കണ്ട, എന്തെങ്കിലും ഒന്ന് പ്രഖ്യാപിക്കണ്ടേ? സാമാന്യ മര്യാദയില്ലേ അത്? ഒന്നും പ്രഖ്യാപിക്കാതെ കുറ്റങ്ങൾ മാത്രം ആരോപിച്ചുകൊണ്ടുള്ള നിലപാട് സ്വീകരിക്കുക. UDF-നെ സംബന്ധിച്ച് ഞാൻ അധികം പറയുന്നില്ല. ഇവിടുത്തെ എല്ലാവരെയും ഏകോപിപ്പിക്കാൻ ബാധ്യതപ്പെട്ട ആളല്ലേ ഇവിടുത്തെ MLA സിദ്ദിഖ്. എന്താ ചെയ്തത്? ഇവിടെ ജനങ്ങൾ നൽകുന്ന സംഭാവനകൾ കൊണ്ടുപോയി ഒരു കടയിൽ വെച്ചിട്ട് സ്വന്തം ഫോട്ടോ അടിച്ച് സഞ്ചിയിൽ അത് കൊടുക്കുകയാണ് ആളുകൾക്ക്. അതാണോ ഒരു MLA? മുമ്പ് ഇവിടെ ദുരന്തം ഉണ്ടായപ്പോൾ ഇവിടെ MLA ഉണ്ടായിരുന്നല്ലോ, അന്ന് MLA അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഒരു മാതൃക ഇവിടെ ഉണ്ടോ? എവിടെയെങ്കിലും ഉണ്ടോ? ദുരന്ത സമയത്ത് ഓരോരുത്തരുടെ ഫോട്ടോ വെച്ച് സാധനങ്ങൾ കൊടുക്കുന്ന ജനപ്രതിനിധി എല്ലാവരെയും ഏകോപിപ്പിക്കേണ്ട ആളല്ലേ? ഇതൊന്നും ഇവർ കാണാഞ്ഞിട്ടല്ല. അപ്പോൾ ഈ വിഷയത്തിൽ ഞങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരിടപെടൽ ഇന്ന് വരെ നടത്തിയിട്ടില്ല, നടത്താൻ ആഗ്രഹിക്കുന്നില്ല, ആക്ഷേപങ്ങൾ ഉന്നയിച്ചിട്ടില്ല. പക്ഷേ ആക്ഷേപങ്ങൾ അനാവശ്യമായി ഇങ്ങോട്ട് ഉന്നയിച്ച് തുടങ്ങുമ്പോൾ അതിൻ്റെ ലക്ഷണം മനസ്സിലായാൽ ചിലത് ഞങ്ങൾക്ക് പറയേണ്ടി വരും. ദുരന്തത്തിൻ്റെ ആരംഭം മുതലുള്ള പ്രശ്നങ്ങൾ ചിലത് പറയേണ്ടി വരും. ഞങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ല, അത് പറയാൻ ഞങ്ങൾ മെനക്കെട്ടിട്ടുമില്ല. പക്ഷേ ജനങ്ങളെ ആശങ്കപ്പെടുത്തിക്കൊണ്ട് ജനങ്ങൾക്ക് ഒരു തരത്തിലുള്ള സമ്മർദ്ദം ഉണ്ടാക്കിക്കൊണ്ട് രാഷ്ട്രീയ ഭാഗത്തിന് മറുപടി പറഞ്ഞില്ല. അതായത് ഞാൻ ഒറ്റ കാര്യം, അതായത് വാടക വീടുകൾക്ക് ഈ പറഞ്ഞ സർക്കാർ നിശ്ചയിച്ച തുകയിൽ ഈ ദുരന്തം അനുഭവിച്ച് ഈ റെസ്ക്യൂ റിലീഫ് ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകൾക്ക് നിങ്ങൾ നിശ്ചയിച്ച, ഞാൻ ഉദ്ദേശിച്ചത് സർക്കാർ നിശ്ചയിച്ച തുകയ്ക്കുള്ള വാടക വീടുകൾ കിട്ടുന്നില്ല എന്നത് അവിടുത്തെ ഒരു യാഥാർത്ഥ്യമാണോ? അത് താങ്കൾ ആ പ്രദേശത്ത് നന്നായി അറിയുന്ന ആളാണല്ലോ, അപ്പോൾ താങ്കൾക്ക് അത് അങ്ങനെ ബോധ്യപ്പെട്ടിട്ടുണ്ട്? അങ്ങനെ ഇപ്പൊ കുറെ കിട്ടി അല്ല, ഞാൻ പറയുന്നത് ഇപ്പൊ കുറെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കിട്ടാത്ത സാഹചര്യങ്ങൾ വന്നാൽ തീർച്ചയായിട്ടും ഗവൺമെന്റ് അത് പുനഃപരിശോധിക്കണം. വാടകയുടെ കിട്ടുന്നില്ലെങ്കിൽ ഗവൺമെന്റ് ആ വാടക തുക വർദ്ധിപ്പിച്ചു കൊടുക്കാൻ തയ്യാറാവണം. അത് ഇന്ന് കിട്ടിയിട്ടുള്ളത് കൂടുതൽ, ഇപ്പോൾ കിട്ടിയിട്ടുള്ള കെട്ടിടങ്ങൾക്ക് ഇതിലധികം വാടക വന്നതായിട്ട് അധികം കേട്ടിട്ടില്ല ഇതുവരെ. ഏതെങ്കിലും അത്തരത്തിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഗവൺമെന്റ് പരിഗണിക്കണം. രണ്ടാമത്തെ കാര്യം, ഒരു സർവകക്ഷി യോഗത്തിൽ ജനങ്ങൾക്ക് ഒരു കൂട്ടായ തീരുമാനമായിരുന്നു ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകേണ്ടിയിരുന്നത്, അത് ഉണ്ടായില്ല, ഏകപക്ഷീയമായി പോയി തീരുമാനം എന്ന വിമർശനമോ? അല്ല, ഏകപക്ഷീയമായിട്ട് ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. ഇതെല്ലാം ഇവിടെ ചർച്ച ചെയ്തിട്ടല്ലേ ഉണ്ടാക്കുന്നത്. ഇവിടെ ഗവൺമെന്റ്, മുഖ്യമന്ത്രി വന്ന് ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും വിളിച്ചില്ലേ, വയനാട്ടിൽ വിളിച്ചില്ലേ? ആ ചർച്ച ചെയ്തിട്ട് പിന്നീട് വരുന്ന ഓരോ വിഷയങ്ങളിലും അതാത് ഘട്ടത്തിലെടുക്കുന്ന തീരുമാനത്തിൽ ഏതെങ്കിലും തരത്തിൽ പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രയാസം തീർച്ചയായിട്ടും ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തി അത് മാറ്റുന്നതിനുള്ള ഇടപെടൽ നമുക്ക് നടത്തണം, എല്ലാവർക്കും നടത്തണം. അത് പ്രതിപക്ഷത്തിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ഉത്തരവാദിത്തമല്ലേ, അവരിടപെടണം. ഞങ്ങളും ഇടപെടും. ഞങ്ങളെ സംബന്ധിച്ച് ഭരണകക്ഷിയാണ് എന്നുള്ളത് കൊണ്ട് ജനങ്ങൾ പ്രയാസപ്പെടുമ്പോൾ ഭരണകക്ഷിയായാലും മിണ്ടാതിരിക്കുന്ന പ്രശ്നമൊന്നുമില്ല. ജനങ്ങൾക്ക് വാടക വീട് ഈ പറഞ്ഞ ദിവസത്തിനകം ലഭ്യമായി താമസവും ജോലി ഇതുപോലുള്ള പ്രശ്നങ്ങൾക്ക് ശരിയായ നിലയിൽ പരിഹാരം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഗവൺമെന്റ് ഭാഗത്ത് ചെയ്യേണ്ടത് ചെയ്യണമെന്ന് തൻ്റെ അടുത്തോടുകൂടി തന്നെ ഞങ്ങൾ പറയും. ഞങ്ങളെ ഗവൺമെന്റ് ആയതുകൊണ്ട് അതൊന്നും വേണ്ട, ജനങ്ങൾ അനുഭവിക്കട്ടെ എന്നല്ല. ശരി, ഇനി ഞാൻ സമഗ്രമായ ഫാമിലി പാക്കേജ്, മൈക്രോ ലെവലിലുള്ള ഒരു പുനരധിവാസം, ഇതൊക്കെ പ്രതിപക്ഷം ഈ വയനാട്ടിലെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളായി മുന്നോട്ട് വയ്ക്കുമ്പോൾ അതൊക്കെ അപ്രായോഗികമായ നിർദ്ദേശങ്ങളാണ്, യാഥാർത്ഥ്യ ബോധത്തോടുകൂടി അല്ല എന്ന വിമർശനം സന്ദീപ് വാര്യർ ഈ ചർച്ചയിൽ ഉന്നയിച്ചു. മാത്രമല്ല CPIM പ്രതിനിധി പറഞ്ഞത് ഇതിൽ രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി അല്ലെങ്കിൽ രാഷ്ട്രീയ താല്പര്യത്തോടുകൂടി ഇടപെടൽ നടത്തുന്നത് അവിടുത്തെ MLA ആയ T സിദ്ദിഖാണ് എന്നൊക്കെയുള്ള വിമർശനങ്ങൾ അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. അതായത് അപ്രായോഗികമായ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു, രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി പ്രതിപക്ഷം ശ്രമിക്കുന്നു, ഇതാണ് ആക്ഷേപം. രണ്ട് ഭാഗത്തായിട്ട് മറുപടി പറയേണ്ടതുണ്ട് ഗോപീഷ്ണൻ. അതായത് ഒന്ന്, ബഹുമാനപ്പെട്ട CPM-ൻ്റെ പ്രതിനിധി ഇവിടെ അദ്ദേഹം പുത്തുമലയുടെ കാര്യം പറഞ്ഞു. ഞാൻ പുത്തുമലയുടെ കാര്യത്തെക്കുറിച്ച് വളരെ ഉത്തരവാദിത്തത്തോടു കൂടി തന്നെ പറയുന്നു. പുത്തുമലയിൽ അന്ന് താങ്കൾ പറഞ്ഞ സമിതി കണ്ടെത്തിയത് 105 കുടുംബങ്ങളുടെ വീട് നഷ്ടപ്പെട്ടതും 17 സ്ഥലങ്ങൾ നഷ്ടപ്പെട്ടതും ഒരു പാടി നഷ്ടപ്പെട്ടതുമായ വിവരങ്ങളാണ് അന്ന് കണ്ടെത്തിയത്. അതിൽ പാടി ഉണ്ടായിരുന്നത് പുത്തുമല അമ്പലത്തിൻ്റെ തൊട്ടരികിലായിട്ടാണ് പാടി ഉണ്ടായിരുന്നത്. ആ പാടി നഷ്ടപ്പെട്ടവർക്ക് ഇന്നും പാടി കൊടുത്തിട്ടില്ല. ആ പാടിയുടെ ഉടമകളുടെ പേര് ET രാജു, ജോസഫ് എന്നിവരാണ്. അങ്ങനെ 4 കുടുംബങ്ങൾക്ക് അവിടെ പാടി നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവരിന്നും വാടക വീട്ടിൽ കഴിയുകയാണ്.
ഈ 17 പേർക്ക് സ്ഥലങ്ങൾ കൊടുക്കാത്തത് കാരണം അവരിന്നും വാടക വീട്ടിൽ കഴിയുകയാണ്. അവരുടെ പേരും വിവരവും നമ്പറും ഞാൻ വേണമെങ്കിൽ ഇപ്പോൾ ശ്രീ ഗഗാറിന് തരാൻ തയ്യാറാണ്. അപ്പോൾ അങ്ങനെ കിട്ടിയിട്ടില്ല എന്നുള്ളത് വളരെ കൃത്യമായി. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അത്ര വയനാടിനെ കുറിച്ച് വളരെ ഗ്രൗണ്ടഡായ നോളജ് നമുക്കില്ലെങ്കിലും കഴിഞ്ഞ വയനാട് ഈ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 10-15 ദിവസം അവിടെ നിന്നും കണ്ടും പരിചയപ്പെട്ടതുമായ ആളുകളിൽ നിന്ന് കിട്ടിയ വിവരങ്ങളാണ്. അത് വളരെ ഉത്തരവാദിത്തത്തോടു കൂടി തന്നെ ഞാനിവിടെ ഉന്നയിക്കുകയാണ്. ഇനി രണ്ടാമത്തെ കാര്യം, അദ്ദേഹം ശ്രീ ടി സിദ്ദിഖിനെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹം രാഷ്ട്രീയ താല്പര്യത്തോടു കൂടിയാണ് ഇടപെട്ടത്. അദ്ദേഹം സാർ രാഷ്ട്രീയ താല്പര്യത്തോടു കൂടിയാണ് ആദ്യത്തെ ഉരുൾപൊട്ടലുണ്ടായ 2 മണിക്ക് തന്നെ മുണ്ടക്കയിൽ എത്തിച്ചേർന്ന് വലിയ രാഷ്ട്രീയ താല്പര്യമായിരുന്നു. ആ രാഷ്ട്രീയ താല്പര്യമൊന്നും മറ്റാർക്കും ഞങ്ങളാരും കണ്ടില്ല. ഞാൻ എൻ്റെ ആദ്യത്തെ ഭാഗത്ത് CPM-നെയോ സർക്കാരിനെയോ വിമർശിക്കുന്നതായ ഒരു വാക്കുപോലും പറഞ്ഞില്ല. കഴിഞ്ഞ റീഹാബിലിറ്റേഷനിൽ ഏതെങ്കിലും വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വീഴ്ചകൾ പരിഹരിച്ചുകൊണ്ട് പുതിയ റീഹാബിലിറ്റേഷൻ പദ്ധതി ഉണ്ടാക്കണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഇനി വീഴ്ചകളെക്കുറിച്ച് പറയാനാണെങ്കിൽ അത് വലിയ വീഴ്ചകളെക്കുറിച്ച് നമുക്ക് പറയാനുണ്ട്. ഇപ്പോൾ ഷിരൂരിൽ അർജുന് വേണ്ടി നമ്മൾ ഇന്നും തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അന്ന് ഷിരൂരിൽ കർണാടക സർക്കാരിനെ വിമർശിക്കാൻ പോയ ആളുകളൊക്കെ എവിടെയാണ് ഇന്ന് വയനാട്ടിൽ വിമർശനം ഉന്നയിക്കുന്നത് എന്നുള്ളത് ഈ ദുരന്ത മുഖത്ത് പറയാൻ പറ്റില്ല. പക്ഷേ താങ്കളുടെ അശ്ലീലമായ രാഷ്ട്രീയം കേൾക്കുമ്പോൾ എനിക്കത് പറയാൻ തോന്നുന്നുണ്ട്. പക്ഷേ ഞാനത് ഇപ്പോഴും പറയാൻ തയ്യാറാകുന്നില്ല അതിനെപ്പറ്റി കൂടുതലായിട്ട്. പിന്നെ ശ്രീ ടി സിദ്ദിഖ് അവിടെ എന്തോ രാഷ്ട്രീയ താല്പര്യം വെച്ച് പ്രകടിപ്പിക്കുന്നു. അദ്ദേഹം സർവകക്ഷി യോഗം വിളിച്ചില്ല എന്നുള്ള. ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ സർവകക്ഷി യോഗം വിളിക്കേണ്ടത് ആരാണ് എന്നുള്ള സാമാന്യ അറിവില്ലാതെയാണോ താങ്കൾ ഇവിടെ ഇരുന്നത് പറയുന്നത്? ഒരു MLA എങ്ങനെയാണ് ഒരു ഡിസാസ്റ്റർ, ഇത്രയും വലിയൊരു ഡിസാസ്റ്റർ ഉണ്ടാകുമ്പോൾ സംസ്ഥാന സർക്കാർ നേരിട്ട് ഇടപെടുന്ന സ്റ്റേറ്റ് സബ്ജക്റ്റിൽ MLA സർവകക്ഷി യോഗം വിളിക്കണമെന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ കവലപ്രസംഗം, രാഷ്ട്രീയപരമായി കവലപ്രസംഗം നടത്താമെന്നുള്ളതല്ലാതെ ഇത് കേരളമാണ് എന്നുള്ളതും ബുദ്ധിയുള്ള ജനത ഇതൊന്നും അംഗീകരിക്കില്ല എന്നുള്ള ഒരു സാമാന്യ ബോധം താങ്കൾക്കുണ്ടാവണം. അത് ഒന്നാമത്തെ കാര്യം. ഇനി 2, ഞാൻ വളരെ പോസിറ്റീവായിട്ടാണ് ഈ വയനാട് ദുരന്തത്തിൻ്റെ റീഹാബിലിറ്റേഷൻ പദ്ധതിയെക്കുറിച്ച് പറഞ്ഞത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതുകൊണ്ട് തന്നെ ഒരു മോഡലാക്കണം. ആ മോഡലാക്കുന്നതിന് ഞങ്ങളുടെ നിർദ്ദേശങ്ങളാണ് വെച്ചത്. ഇനി മൈക്രോ ലെവൽ ഫാമിലി പാക്കേജ്. ഈ മൈക്രോ ലെവൽ ഫാമിലി പാക്കേജ് എന്ന് പറഞ്ഞാൽ വേൾഡ്, അതായത് UN തന്നെ അംഗീകരിച്ച ഡിസാസ്റ്റർ റീഹാബിലിറ്റേഷൻ പോളിസിയിലെ ഒരു വാക്കാണ് മൈക്രോ ലെവൽ ഫാമിലി പാക്കേജ്. ഇപ്പോൾ താങ്കൾ അതിന് ഉദാഹരണമായിട്ട് എടുത്താൽ ഇപ്പോൾ ഇപ്പോൾ വയനാടുണ്ടായ ദുരന്ത മേഖലയിൽ മുണ്ടക്കൈ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഏതാണ്ട് 330 വീടുകൾ എന്നുള്ളതാണ് ഒരു അപ്രോക്സിമേറ്റ് കണക്കായി വന്നിരിക്കുന്നത്. ഈ വീടുകളിലുള്ള ആളുകൾ മരിച്ചവരുണ്ട്. ഒരു വീടുകളിൽ തന്നെ 10 പേരുള്ളവരിൽ 9 പേരും മരിച്ചു, ഒരാൾ മാത്രമായി ജീവിച്ചിരിക്കുന്നവരൊക്കെയുണ്ട്. അപ്പോൾ അവരുടെ ലോണുകൾ എങ്ങനെ ലീഗൽ ഹെയറിന് വരാതെ എടുക്കാം എന്നുള്ളത് ഒരു ഫാമിലി പാക്കേജിൻ്റെ ഒരു ഭാഗമാണ്. കാരണം അത് നമ്മൾ പരിശോധിക്കണം എന്നുള്ളത് ഒന്നാമത്തെ വിഷയമാണ്. അവരുടെ വിദ്യാഭ്യാസ പദ്ധതി, കുട്ടികളുടെ വിദ്യാഭ്യാസ പദ്ധതി, അതൊരു ഫാമിലി പാക്കേജിൻ്റെ ഭാഗമാണ്. അവർക്ക് ഒട്ടേറെ സ്ഥലങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ, ഇപ്പോൾ 4 ഏക്കർ 5 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നവരുണ്ട്, അവർക്ക് തത്തുല്യമായിട്ടുള്ള ഒരു തുക നമുക്ക് കൊടുക്കാൻ സാധിക്കില്ല. പക്ഷേ അതും ഒരു ഫാമിലി പാക്കേജിൻ്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് നമ്മൾ ചില ദുരന്തം ഇപ്പോൾ നടക്കുന്ന നാഷണൽ പോളിസിയുടെ ഭാഗമായി നടക്കുന്ന ചർച്ചയിൽ ഈ റീഹാബിലിറ്റേഷൻ പ്രോസസ്സിൽ ഈ പോയ ഭൂമി നമുക്ക് പൊന്നും വിലക്കെടുത്ത് അക്യൂസേഷൻ നടപടികൾ പോലെ പൊന്നും വിലക്കെടുത്ത് അവർക്ക് ആ പണം കൊടുക്കാൻ പറ്റുമോ എന്നുള്ള ചർച്ച വേറെ നടക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു നിർദ്ദേശം മുമ്പോട്ട് വെച്ചത്. ആ നിർദ്ദേശം എന്ന് പറഞ്ഞാൽ ചർച്ച ചെയ്യാനും അതിനകത്തൊരു സൊല്യൂഷൻ ഉണ്ടാക്കാനും വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ വളരെ വിപുലമായ ഒരു മോഡൽ, ഇപ്പോൾ നമുക്ക് ചെയ്തു വന്ന ഒരു രീതി തന്നെ തുടരാനാണ് എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പുതിയതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. നമുക്കൊരു മോഡലായി വയനാട് റീഹാബിലിറ്റേഷൻ മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ പുതിയ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഈ ദുരന്ത മുഖത്ത് ദുരന്തം അനുഭവിക്കുന്നവർക്ക് ഏറ്റവും മാക്സിമമായ റിലീഫ് നമുക്ക് കൊടുക്കേണ്ടതുണ്ട്. അതിനെ തുടർന്ന് തന്നെയാണ് ഞങ്ങൾ 4 ഇന റീഹാബിലിറ്റേഷൻ പാക്കേജുകൾ അനുവദിക്കണം എന്നുള്ള കാര്യം ഇവിടെ പറഞ്ഞത്. അതിനെ രാഷ്ട്രീയമായി കാണേണ്ട കാര്യമില്ല. പിന്നെ ഇവിടെ ഈ വാടക വീടുകളെ സംബന്ധിച്ചിടത്തോളം അത് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്, അതിന് സംശയമൊന്നുമില്ല. അത് എങ്ങനെ നമുക്ക് ജില്ലാ ഭരണകൂടവും സംസ്ഥാന സർക്കാരും സന്നദ്ധ സംഘടനകളും എല്ലാം ചേർന്ന് അതെങ്ങനെ കൊടുക്കാം എന്നുള്ളതിനെ പറ്റി ചിന്തിക്കണം എന്നുള്ളതാണ് ഞങ്ങൾ ഇപ്പോഴും പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഈ നിമിഷത്തിലും അത് ശ്രീ രാഹുൽ ഗാന്ധിയുടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൻ്റെ മണ്ഡലമാണ്. അദ്ദേഹം കഴിഞ്ഞ ആഴ്ച പാർലമെന്റിൽ തന്നെ ഈ വിഷയം ഉന്നയിച്ചു. അദ്ദേഹം റീഹാബിലിറ്റേഷനെ പറ്റി സംസാരിച്ചു. അദ്ദേഹം നിരന്തരമായി ഇടപെടുന്ന ഒരു വിഷയം കൂടിയാണ്. ഞങ്ങൾ ഇതിനകത്തൊരു രാഷ്ട്രീയം കാണാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് മുൻപ് ദുരന്ത മുഖത്ത് ചില വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. അത് 2008 അദ്ദേഹം ശ്രീ ടി സിദ്ദിഖിനെ കുറിച്ച് കിട്ടിയ പണം മുഴുവൻ ഏതോ കടയിൽ കൊണ്ടുവച്ചു എന്നൊക്കെ പറഞ്ഞത് നമ്മുടെ മുമ്പിൽ ഇപ്പോഴും പ്രളയ ഫണ്ട് തിരിമറിയുമായി ബന്ധപ്പെട്ട കേസുകൾ ഉണ്ട് എന്നുള്ളത് ശ്രീ ഗഗാറിൻ ഓർക്കുന്നത് നല്ലതാണ്. അന്ന് 2018 പ്രളയത്തിൽ ദുരിതാശ്വാസത്തിൽ ദുരിതം മുഴുവൻ സാധാരണപ്പെട്ട ജനങ്ങൾക്കും ആശ്വാസം മുഴുവൻ ചില കാക്കനാട്ട സഹാക്കന്മാർക്കും കിട്ടിയ കഥകൾ മുഴുവൻ നമ്മൾ വായിച്ചതാണ്. അതിനെപ്പറ്റി പാർട്ടിക്കാർ വരെ നടപടിയെടുക്കേണ്ട സാഹചര്യമുണ്ട്. ഞാൻ അതൊന്നും ഇവിടെ ഇനി ഇപ്പോഴത്തെ സമയത്ത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. താങ്കൾ പറഞ്ഞതുകൊണ്ട് അതൊന്നും പറഞ്ഞതാണ്. അപ്പോൾ അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് കഴിഞ്ഞ തവണ നമുക്ക് എന്താണോ
ഒരു വീഴ്ചകൾ സംഭവിച്ചത്. ആ വീഴ്ചകൾ പരിശോധിച്ച് പരിഹരിച്ച് വയനാട് ഒരു മോഡൽ റീഹാബിലിറ്റേഷൻ നമുക്ക് നടത്തണം. അത് നടത്താനുള്ള പൂർണ്ണ സഹകരണം, 100% സഹകരണം രാഷ്ട്രീയത്തിന് അതീതമായി കോൺഗ്രസും അതിൻ്റെ യുവജന സംഘടനകളും പോഷക സംഘടനകളും ഒക്കെ നൽകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ശ്രീ സന്ദീപ് വാര്യർ, ഈ പുത്തുമല പുനരധിവാസത്തെക്കുറിച്ച് പ്രതിപക്ഷത്തിരുന്ന് UDF ആക്ഷേപങ്ങൾ ഉന്നയിക്കുമ്പോൾ അതുപോലെ തന്നെയാണ് ആ ദുരിതം അനുഭവിച്ചവർക്ക് കേന്ദ്ര സർക്കാർ വാഗ്ദാനം ചെയ്ത തുക എവിടെ പോയി എന്ന് ശ്രീ ഗഗാരൻ ചോദിക്കുന്നത്. അപ്പോൾ കേന്ദ്ര സഹായം കിട്ടും, കേന്ദ്ര സഹായം വരും, പക്ഷേ സംസ്ഥാനത്തിന് അതിൻ്റെ ആസൂത്രണത്തിലൊക്കെയാണ് പിഴവെന്നൊക്കെ താങ്കൾ പറയുമ്പോൾ ഇതിനു മുൻപ് വാഗ്ദാനം ചെയ്ത സഹായധനം എവിടെ എന്ന ചോദ്യം പുത്തുമലയെ മുൻനിർത്തി ശ്രീ ഗഗരൻ ഉന്നയിക്കുന്നുണ്ട്. അല്ല, ഗഗറിൻ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നെങ്കിൽ ഉന്നയിക്കേണ്ടത് 24-ന്റെ ചർച്ചയിലല്ലല്ലോ. അദ്ദേഹത്തിന് കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലത്ത് കനൽ ഒരു തരി ഒരു MP ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് വേണമെങ്കിൽ ലോക്സഭയിൽ ഉന്നയിക്കാമായിരുന്നു. രാജ്യസഭയിൽ പരിണതപ്രജ്ഞനായിട്ടുള്ള ജോൺ ബ്രിട്ടാസ് ഉൾപ്പെടെയുള്ള MP-മാരുണ്ട്. അവരാരും ഇന്നേ വരെ പുത്തുമലയിലെ ഈ വിഷയം സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിന് മുന്നിൽ ഇത്തരം ഒരു വിഷയം ഉന്നയിച്ചതായി 24-ന്റെ ഏതെങ്കിലും റിസർച്ച് ടീമിന് ഈ ചർച്ച കഴിഞ്ഞതിന് മുമ്പായിട്ട് എടുത്തു തരാൻ സാധിക്കുമോ? ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന്. രണ്ട്, കേന്ദ്ര സർക്കാർ ഇത്തരത്തിലുള്ള സഹായങ്ങൾ കൊടുക്കുന്നത് നേരിട്ടിട്ടല്ല. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു നോഡൽ ഏജൻസി ആയിട്ട് ഇവിടെ താഴെ തദ്ദേശ സ്ഥാപനങ്ങളോ അതിന് മുകളിൽ കേരള സർക്കാരും ഒക്കെ തന്നെയാണ് നിൽക്കേണ്ടത്. കേന്ദ്രം നേരിട്ടല്ല കൊടുക്കുന്നത്. അതല്ലെങ്കിൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടും കേരള ഗവൺമെൻറ് മുഖേനയാണല്ലോ കേന്ദ്രം സഹായം കൊടുക്കുന്നത്. ഞാൻ എൻ്റെ ആദ്യ ഘട്ടത്തിൽ ഞാൻ എവിടെയും രാഷ്ട്രീയമായിട്ടൊരു ആക്ഷേപം ഉന്നയിച്ചില്ല. പക്ഷേ ഗഗറിൻ വല്ലാതെ പിന്നെ എന്താ പറയുക, BJP ഒന്നും ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞ് രാഷ്ട്രീയമായിട്ട് അതിനെ ആക്ഷേപിച്ചു. ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എവിടെയും അദ്ദേഹം അതിൻ്റെ യുക്തിപരമായിട്ടൊരു മറുപടി പറഞ്ഞായി കേട്ടില്ല. ഒന്ന്, എൻ്റെ ആക്ഷേപം 6000 രൂപ പ്രതിമാസ വാടക എന്നുള്ളത് തികച്ചും അപര്യാപ്തമാണ്. ധാരാളം കുടുംബങ്ങൾക്ക് അങ്ങനെ വാടക വീട് ലഭിക്കാത്തതുകൊണ്ട് നമുക്കറിയാം കേരളത്തിൽ ഏത് കുഗ്രാമത്തിൽ പോയാലും 10000 രൂപയിൽ കുറഞ്ഞ് ഒരു 2 ബെഡ്റൂം ഒരു വീട് കിട്ടില്ല. 6000 രൂപയ്ക്ക് ഒരു സിംഗിൾ ബെഡ്റൂം കോട്ടേജ് പോലും കിട്ടാത്തൊരു സമയമാണ്. അപ്പോൾ ഈ 6000 രൂപ പ്രതിമാസം വാടക കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് അവർ ജീവിക്കാൻ പോകുന്നത്? അത് സ്വാഭാവികമല്ലേ. അപ്പം നമുക്കത് പരിശോധിക്കാം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. പക്ഷേ അദ്ദേഹം ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. രണ്ട്, ഞാൻ പറഞ്ഞ കാര്യം സർവകക്ഷി യോഗത്തെക്കുറിച്ചാണ്. അദ്ദേഹം പറഞ്ഞത് മുഖ്യമന്ത്രി വന്നപ്പോൾ സർവകക്ഷി യോഗം വിളിച്ചല്ലോ എന്നാണ്. ഞാനത് പറയുന്നു, ഞാനത് അക്നോളജ് ചെയ്തു. മുഖ്യമന്ത്രി വന്നപ്പോൾ 3-ാം ദിവസം വിളിച്ചൊരു സർവകക്ഷി യോഗത്തിനപ്പുറം ഈ നിമിഷം വരെ വയനാട്ടിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഗഗാറിന് ഉൾപ്പെടെയുള്ളവർ വിശ്വാസം എടുക്കണ്ടേ? ഞാൻ പറയുന്നത് ഗഗാറിനെ ഉൾപ്പെടെയുള്ളവരെ വിളിക്കണം എന്നാണ്. CPM-ന്റെ ജില്ലാ സെക്രട്ടറിയും വിളിക്കണം, BJP-യുടെ ജില്ലാ പ്രസിഡന്റിനെ വിളിക്കണം, DCC പ്രസിഡന്റിനെ വിളിക്കണം, ബാക്കിയുള്ള രാഷ്ട്രീയ പാർട്ടി നേതാക്കളെ വിളിക്കണം. എന്തേ അവർ വിശ്വാസത്തിലെടുക്കുന്നില്ല സർക്കാർ? ഞാൻ സർക്കാരിനെയാണ് പറയുന്നത്. അതുകൊണ്ട് അടിയന്തരമായിട്ട് സർവകക്ഷി യോഗം വിളിച്ച് ആ സർവകക്ഷികളോട് ചോദിക്കണം. എന്തെങ്കിലും കുറ്റം വരുമ്പോൾ മേപ്പാടി പഞ്ചായത്തിന് ഇതുപോലൊരു ദുരന്തത്തിൽ മേപ്പാടി പഞ്ചായത്ത് പറയട്ടെ എന്നൊക്കെ പറഞ്ഞ് ഈ ചർച്ചയിൽ നിന്ന് നിങ്ങൾക്ക് ഒഴിവായി പോകാമായിരിക്കും. പക്ഷേ ഇത് കാണുന്ന ദുരന്തബാധിതരായിട്ടുള്ള ജനങ്ങളോട് അവർക്കതൊരു കൊഞ്ഞനം കുത്തലായിട്ട് തോന്നുകയുള്ളൂ. നമ്മൾ ഈ ദുരന്ത സ്ഥലത്ത് പോലും അത്തരത്തിൽ പറയരുത്. പിന്നെ ഞാൻ ഉന്നയിച്ച വിഷയങ്ങൾ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടതാണ്. നമ്മൾ പ്രാഗ്മാറ്റിക് ആയിട്ടുള്ള സമീപനം സ്വീകരിക്കണം എന്ന് ഞാൻ പറഞ്ഞത് ഞാൻ കൃത്യമായി പറഞ്ഞല്ലോ. എങ്ങനെയാണ് ലാൻഡ് അക്വിസിഷൻ നടപടി? നമുക്ക് ഇവരെ ഒരു 6 മാസത്തിനുള്ളിലെങ്കിലും പുതിയ സ്ഥലത്തേക്ക് മാറ്റി താമസിപ്പിക്കണ്ടേ? അവർക്ക് താമസിക്കാൻ സാധിക്കണ്ടേ? അതിന് നമ്മൾ കൂടുതൽ പ്രായോഗികമായിട്ടുള്ള ഒരു സമീപനം സ്വീകരിക്കണ്ടേ? ടൗൺഷിപ്പ് ഉണ്ടാക്കുമെന്നൊക്കെ പറഞ്ഞാൽ കേൾക്കാൻ സുഖമുണ്ട്. ടൗൺഷിപ്പ് ഉണ്ടാക്കും, കേൾക്കാൻ സുഖമുണ്ട്. പക്ഷേ എങ്ങനെ ആയിരക്കണക്കിന് ഏക്കർ സ്ഥലം വയനാട്ടിൽ എവിടെ നിങ്ങൾ സംഘടിപ്പിക്കാൻ പോകുന്നു? ലാൻഡ് അക്വിസിഷൻ എങ്ങനെ നടത്താൻ പോകുന്നു? അവിടേക്ക് നിങ്ങൾ ഈ എല്ലാ സൗകര്യങ്ങളും ഒരുക്കണ്ടേ? സ്വാഭാവികമായിട്ടും അവസാനത്തെ വീടും തയ്യാറായതിനു ശേഷം മാത്രമേ ആളുകളെ താമസിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് അത്രയും അനന്തമായിട്ട് അത് നീണ്ടുപോകും. അതിന് പകരം കിട്ടാവുന്ന സ്ഥലങ്ങളിൽ 10, 15, 50 വീടുകൾ വെച്ച് ഉണ്ടാക്കാൻ അത് ഓഫർ ചെയ്ത ആളുകളോട് പറഞ്ഞ് അത് മോണിറ്റർ ചെയ്താൽ പോരെ ഗവൺമെന്റ്? നിങ്ങൾ എന്താണ് ഈ രാജ്യത്തെ ജനങ്ങൾ എന്തുകൊണ്ട് വിശ്വസിക്കുന്നില്ല? NGO-കൾ എന്തുകൊണ്ട് വിശ്വസിക്കുന്നില്ല? രാഷ്ട്രീയ പാർട്ടികൾ എന്തുകൊണ്ട് വിശ്വസിക്കുന്നില്ല? അവരെല്ലാവരും വിശ്വാസത്തിലെടുക്കൂ. മീഡിയകൾ എന്തുകൊണ്ട് വിശ്വസിക്കുന്നില്ല? ഒക്കെ നിങ്ങൾ തന്നെ ചെയ്യണം, സർക്കാർ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് ജനങ്ങളെക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയുള്ളൂ. ഈ അവസരത്തിൽ അവരെ പരമാവധി എത്രയും പെട്ടെന്ന് അവരെ സഹായിക്കാനുള്ള നിലപാടിലേക്ക് പോകണം. ഇവിടെ അന്താരാഷ്ട്ര ഏജൻസികൾ പറഞ്ഞ മാനദണ്ഡങ്ങളുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷെ വയനാട്ടിൽ പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞില്ലേ, അത് ചെയ്യാനാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തയ്യാറാവേണ്ടത്. ഞാനിത് പറയുന്നത് അനുഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ്. ഞാൻ അവിടെ ഇത്രയും ദിവസം ഉണ്ടായിരുന്നയാളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ചൂരൽമല അടക്കമുള്ള പ്രദേശങ്ങളിൽ നേരത്തെ തന്നെ പരിചയമുള്ളയാളാണ്. എൻ്റെ സംഘടനാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ BJP-യുടെ ഓഫീസ് അടക്കം ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ആ പരിപാടി പങ്കെടുത്തിട്ടുള്ള ഒരാളാണ്. എനിക്ക് നേരിട്ട് പരിചയമുള്ള 35ഓളം പേര് അതിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ വേദന പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ടാണ് പറയുന്നത്. ഇതിലെവിടെയും രാഷ്ട്രീയമായിട്ടുള്ള ആരോപണമില്ല. പിന്നെ അദ്ദേഹം ചോദിച്ച കാര്യം BJP എന്ത് ചെയ്തു, BJP ഒന്നും ഞങ്ങൾക്ക് പറയാൻ അറിയാഞ്ഞിട്ടല്ല. ഈ തരംതാണ ആരോപണങ്ങൾ പറയല്ലേ. മുഖ്യമന്ത്രിക്ക് പോലും ഇല്ലാത്ത ആക്ഷേപം അദ്ദേഹം പറയുന്നത്. താൽക്കാലികമായിട്ട് കുറച്ച് പൈസ പ്രഖ്യാപിക്കാമായിരുന്നില്ല. അത് പറയേണ്ടത് കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്, CPM-ന്റെ വയനാട് സെക്രട്ടറി അല്ല. കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ആക്ഷേപമില്ലല്ലോ.
ഇവിടെ 145 കോടി രൂപ ആദ്യഘട്ടത്തിൽ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചത് പ്രധാനമന്ത്രിയാണ്. സൈന്യം ഉൾപ്പെടെ രാജ്യത്തെ മുഴുവൻ ഏജൻസികളും റെസ്ക്യൂ വർക്കിന് വേണ്ടി ഇവിടെ വന്നിട്ടുണ്ട്. ബെയിലി പാലം സാധ്യമായതുകൊണ്ടാണ് മുണ്ടക്കൈയിലേക്ക് റെസ്ക്യൂ വാഹനങ്ങൾ കടന്നുപോയത്. ഇതൊക്കെ നമ്മൾ കണ്ടതല്ലേ? ജനങ്ങൾ പോലും ആർമിയെ എപ്രകാരമാണ് നമ്മൾ മുഴുവൻ ആളുകളും മലയാളികളും സല്യൂട്ട് ചെയ്തില്ലേ? എന്നിട്ട് എന്തിനാണ് കേന്ദ്ര സർക്കാർ ഒന്നും ചെയ്തില്ലെന്ന് ആക്ഷേപിക്കുന്നത്? പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ ചെയ്ത എന്താണെന്നുള്ളത് ഗഗാറിനും അറിയാം. 30-ാം തീയതി മുതൽ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള മുഴുവൻ നേതാക്കളും അവിടെയുണ്ട്. നിങ്ങളൊക്കെയുണ്ട്, എല്ലാ പാർട്ടിയുടെ നേതാക്കന്മാരുണ്ട്, ഞങ്ങൾ മാത്രമല്ല. നമ്മളെല്ലാവരും ഒരുമിച്ചാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഒരു തികഞ്ഞ നിലവാരം കുറഞ്ഞ രാഷ്ട്രീയ ആരോപണത്തിലേക്ക് പോകരുത്. BJP എന്ത് ചെയ്തു എന്ന് ചോദിക്കരുത്. BJP ഈ വിഷയത്തിൽ കൃത്യമായി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഒരു പരസ്പര ധാരണയോടുകൂടി മുന്നോട്ട് പോകാൻ തയ്യാറാവണം, വിശ്വാസത്തോട് മുന്നോട്ട് പോകാൻ തയ്യാറാവണം. മുഖ്യമന്ത്രി വന്നതിന് ശേഷം ഈ നിമിഷം വരെ അവിടെ ഒരു സർവകക്ഷി യോഗം വിളിച്ചിട്ടില്ല എന്നെന്റെ ആക്ഷേപം, ആ ആക്ഷേപം ഗഗാറിൻ ശരിവച്ചിട്ടുണ്ട്. 2, ഈ വാടക തുക പര്യാപ്തമല്ല എന്നുള്ള എൻ്റെ ആക്ഷേപം അത് ഗഗാറിൻ ശരിവച്ചിട്ടുണ്ട്. 3-ാമത്തേത്, അവിടെ ഈ ഞാൻ ഉന്നയിച്ച മറ്റൊരു കാര്യം, രാഷ്ട്രീയമായിട്ടുള്ള ചില ഇടപെടലുകൾ നടക്കുന്നു. ഞാൻ സൂചിപ്പിച്ചത് സംസ്ഥാനത്തിന് ഇടപെടൽ നടക്കുന്നതല്ല, അവിടെ നടക്കുന്നുണ്ട്. ഈ ചർച്ചയ്ക്ക് ശേഷം അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ BJPയുടെ ജില്ലാ അധ്യക്ഷൻ അവിടുത്തെ കളക്ടർക്ക് കൈമാറും. ഒരു സംശയവും വേണ്ട, നേരത്തെയും കൈമാറിയിട്ടുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾ ഞങ്ങൾ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറോട് പറഞ്ഞിട്ടുണ്ട്. അതിലപ്പുറം ഞങ്ങൾക്ക് CPMന്റെ ജില്ലാ സെക്രട്ടറിയെ വിളിച്ച് പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. ഈ വിഷയങ്ങൾ ഉണ്ട് എന്നുള്ളത് ഞങ്ങൾ ജില്ലാ കളക്ടറെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അവിടുത്തെ മന്ത്രിതല സമിതിയുമായി ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ തന്നെ മന്ത്രിതല സമിതിയിലെ മന്ത്രിമാരുമായി സംസാരിച്ച സമയത്ത് ഞാൻ പറഞ്ഞു, നിങ്ങൾ പ്രായോഗികമായിട്ടുള്ള സമീപനം സ്വീകരിക്കണം. നേരിട്ട് സംസാരിച്ചിട്ടുള്ള വിഷയമാണ്. അപ്രായോഗികമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കരുത്. ഇതൊരു അഭ്യർത്ഥനയാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ, ഈ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ആളുകൾ, ബുദ്ധിയുള്ള ആളുകൾ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് സമ്മതിക്കാൻ എനിക്ക് 100% ഉറപ്പുണ്ട്. കാരണം 500-1000 ഏക്കർ സ്ഥലം അക്വയർ ചെയ്ത് അവിടെ ലാൻഡ് ഡെവലപ്പ് ചെയ്ത് അത്രയും കൂടുതൽ വീടുകൾ ഡെവലപ്പ് ചെയ്ത് കേരളത്തിൽ നമുക്കറിയാം വർഷങ്ങളോളം നീളുന്ന ഒരു പുനരധിവാസ പരിപാടിയാണ് വയനാട് മോഡലെങ്കിൽ ആ ജനങ്ങളെ അത് ബുദ്ധിമുട്ടിക്കുന്നത് പോലെയാവും. ദയവ് ചെയ്ത് അത്തരത്തിലുള്ള അപ്രായോഗികമായ കാര്യങ്ങൾ കയ്യടിക്ക് വേണ്ടി മാത്രം അത് താങ്കൾ വിചാരിക്കുന്ന പോലെ സർക്കാർ ഏകപക്ഷീയമായി നടപ്പാക്കാൻ പോകുന്നല്ലോ. താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാജ്യാന്തര സംഘടനകളുടെയൊക്കെ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ച് ഇവിടെ സർവകക്ഷി യോഗം നടത്തി രാഷ്ട്രീയ കക്ഷികളെ വിശ്വാസത്തിലെടുത്ത് ഈ ദുരന്തബാധിതരായ ആളുകളുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് ആ നിലയ്ക്കാണ് അത് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് മുഖ്യമന്ത്രി ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. പിന്നെ ആ കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പത്തിന്റെ നടക്കുന്നില്ലല്ലോ, അതല്ലേ പ്രശ്നം. അല്ല, അത് അതിലേക്ക് കടന്നിട്ടില്ല. കാരണം അതിന് പ്രാഥമികമായ കണക്കെടുപ്പ് പൂർത്തിയായിട്ടില്ല. മരണസംഖ്യ അടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും അവ്യക്തതയുണ്ട്. ശ്രീ സന്ദീപ് വാര്യർ, ആ തരത്തിലുള്ള സങ്കീർണതകൾ സർക്കാരിനെ സംബന്ധിച്ചുണ്ട്. എനിക്ക് ഒറ്റ കാര്യത്തിൽ ഉത്തരം കിട്ടിയാൽ മതി. ഗോപി ഒരു സെക്കൻഡ്, ഒറ്റ കാര്യത്തിൽ ഉത്തരം കിട്ടിയാൽ മതി, നമുക്ക് ഈ പ്രശ്നങ്ങളെ പരിഹാരമാവും. ഒറ്റ കാര്യത്തിൽ, വയനാട് പോലെ എക്കോ സെൻസിറ്റീവായ പ്രദേശത്ത് എങ്ങനെയാണ് ഒരു 1000 ഏക്കർ സ്ഥലം ഇവർ ലാൻഡ് അക്വസിഷൻ നടത്താൻ പോകുന്നത്? എങ്ങനെയാണ് ഏറ്റെടുക്കാൻ പോകുന്നത്? എത്ര വർഷമെടുക്കും? നമ്മൾ പറയുമ്പോൾ ആ ഇരകളാക്കപ്പെട്ടവരുടെ അനുതാപം വേണ്ടേ? എത്ര കാലം അവരിങ്ങനെ വാടക വീട്ടിലും ക്യാമ്പിലും കിടക്കും? കയ്യടിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പറയാമോ? കഷ്ടമുണ്ട്. ഇത് കേൾക്കുന്ന ആളുകൾക്ക് ബുദ്ധിയില്ലേ? 1000 ഏക്കർ സ്ഥലമെങ്കിലും അക്വയർ ചെയ്യാൻ കാലം എത്ര വേണ്ടി വരും? അതിന്റെ നിയമ നടപടി എത്ര ഉണ്ടാകും? നൂലാമാലകൾ ഉണ്ടാകും. അത് എങ്ങനെ പൂർത്തിയാക്കാനാണ്? അപ്പം ചുട്ടെടുക്കുന്ന പോലെ ലാൻഡ് അക്വിസിഷൻ നടക്കുമോ? സാധ്യമായിട്ടുള്ള കാര്യമാണോ? അപ്പൊ അവൈലബിൾ ആയിട്ടുള്ള ജനങ്ങൾ ഓഫർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അത് സ്വീകരിക്കാൻ തയ്യാറാവണ്ടേ? അപ്പോൾ ശ്രീ സന്ദീപ് ഒറ്റ കാര്യം കൂടി ചോദിച്ചു ഞാനൊരു ഇടവേളയിലേക്ക് മറുപടിക്കായി. സന്ദീപ് ഒറ്റ കാര്യം, അതായത് ഇപ്പോൾ താങ്കൾ പറഞ്ഞ ഈ പ്രായോഗിക തലത്തിൽ നമ്മൾ നേരിടാൻ പോകുന്ന പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ഈ നമ്മളുടെ ഈ കേരള മോഡൽ ടൗൺഷിപ്പ് ഉണ്ടല്ലോ, മുഖ്യമന്ത്രി പറഞ്ഞ വയനാട് മോഡൽ, അതിൻ്റെ സാധ്യതകൾ, അതിൻ്റെ പ്രായോഗിക തലത്തിലെ സാധ്യതകൾ കൂടി പരിഗണിച്ച ശേഷമായിരിക്കുമോ നമ്മൾ കേന്ദ്ര സഹായം പ്രതീക്ഷിക്കേണ്ടത്? അല്ലല്ല, കേന്ദ്ര സഹായവും ഇവിടുത്തെ ഈ റീഹാബിലിറ്റേഷൻ ഞാൻ പറഞ്ഞല്ലോ സ്റ്റേറ്റ് സബ്ജക്റ്റ് ആണ്, സംസ്ഥാനമാണ് തീരുമാനിക്കേണ്ടത്. കേന്ദ്രത്തിന് ഇവർ 2 ദിവസത്തിനകം റിപ്പോർട്ട് കൊടുക്കുമെന്ന് പറയുന്നു. ആ റിപ്പോർട്ട് കേന്ദ്രം പഠിക്കും. അതിനുശേഷം തീർച്ചയായിട്ടും പ്രഖ്യാപനം ഉണ്ടാവും. ആ റിപ്പോർട്ട് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ശരി, ആദ്യഘട്ടത്തിലെ സഹായം കൊടുത്തിട്ടുണ്ട്, കിട്ടിയിട്ടില്ല എന്ന് ഗഗാറിന് അറിയാത്തതുകൊണ്ട് പറയുകയാണ്. ശ്രീ സന്ദീപ് വാര്യർ, ശ്രീ ഗഗറിൻ, താങ്കളുടെ മറുപടി. മറുപടിയിൽ ഒന്നാമത്തത്, ഞാൻ MLA കുറിച്ച് അദ്ദേഹം കാശ് വാങ്ങി റൂം കൊണ്ടുവച്ചു എന്നുള്ള ആക്ഷേപം ഉന്നയിച്ചിട്ടില്ല. അദ്ദേഹം ഈ ദുരന്ത കാലത്ത് സ്വന്തം ഫോട്ടോ സഞ്ചിയിലടിച്ച് ബ്രാൻഡ് ചെയ്യാൻ വേണ്ടി തുണികൾ കൊടുത്ത് ബ്രാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് ശരിയല്ല. അത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പ്രവർത്തിക്കേണ്ട ഒരു ജനപ്രതിനിധിക്ക് ചേർന്നല്ല. അതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. രണ്ടാമത്തത്, BJPയുടെ പ്രതിനിധി ചൂണ്ടിക്കാണിച്ച പോലെ ഞാൻ BJP ഒന്നും ചെയ്ത BJP ഗവൺമെൻറ്റാണ് പറഞ്ഞത്. അവർ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനമൊക്കെ കയ്യടി വാങ്ങാൻ
അത് നല്ല നിലവാരമുള്ളത്. അങ്ങനെ അദ്ദേഹത്തിന് തോന്നുന്നു. അതിന് മറുപടി പറഞ്ഞാൽ അതിന് നിലവാരമില്ലാത്തത്. മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത് നടപ്പാക്കാനാണ്. ഞാൻ ചോദിക്കട്ടെ, കർണാടകയിൽ ഇതുപോലൊരു ദുരന്തം ഉണ്ടായി, അർജുൻ പോയിട്ട് 4 ദിവസം കഴിഞ്ഞിട്ടല്ലേ ഒരു ഗവൺമെൻറ് അങ്ങോട്ട് ഇടപെട്ടത്? കേരളം അങ്ങനെയായിരുന്നോ? അതിലെല്ലാവരും ഇടപെട്ടിട്ടുണ്ട്, അതിലൊരു തർക്കമില്ല. ഇന്ത്യൻ മിലിറ്ററി വന്നിട്ടുണ്ട്, ഇവിടുത്തെ മുഴുവൻ സന്നാഹങ്ങളും അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്, അതിൽ യാതൊരു ആരും അതിന് ആക്ഷേപം പറഞ്ഞില്ലല്ലോ. MLA കുറ്റം പറഞ്ഞിട്ടില്ലല്ലോ, അല്ലെ BJPയുടെ നേതാക്കൾ വന്നില്ല എന്ന് കുറ്റം പറഞ്ഞിട്ടില്ലല്ലോ. അതിലല്ല ആക്ഷേപം. 2ാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ കുറച്ച് സങ്കീർണമാണ് പ്രശ്നം. ആ സങ്കീർണമായ പ്രശ്നം പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട്, യാതൊരു തർക്കമില്ല. അപ്പോൾ കുറേ ആളുകൾ വീട് മാറിയിട്ടുണ്ട്, ബാക്കിയുള്ള പ്രവർത്തനം നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു 2ാം ഘട്ടത്തിലെ ആ പ്രവർത്തനത്തിൽ വാടക ഉൾപ്പെടെയുള്ള കാര്യത്തിൽ അത് നമുക്ക് കിട്ടാതെ വരുന്നൊരു സ്ഥിതി വന്നാൽ തീർച്ചയായിട്ടും ഗവൺമെൻറ്റിനോട് കൂട്ടായി നമുക്ക് ആവശ്യപ്പെടണം. അതിൽ എനിക്കും ഒരു തർക്കമൊന്നുമില്ല. BJPയുടെ നേതാവ് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് അത് വാടക കൂടിപ്പോയാൽ കൊടുക്കണ്ട എന്നുള്ള അഭിപ്രായക്കാരനല്ല ഞാൻ, അതിൽ കൊടുക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ്. പക്ഷേ അത് നടക്കുമ്പോൾ 3ാം ഘട്ടത്തിൽ വരാൻ പോകുന്നതിൻ്റെ ഭൂമി അക്വയർ ചെയ്യുന്നതിൻ്റെ, അതിൻ്റെ നടപടിക്രമങ്ങളുടെ, അതിൻ്റെ കാലപ്പഴക്കത്തിൻ്റെ ആ ഘട്ടത്തിൽ എന്ത് ചെയ്യണമെന്നത് ഗവൺമെൻറ് വളരെ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്തുകൊണ്ട് നടപ്പാക്കുന്ന മുഖ്യമന്ത്രി അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചതാണ്. വയനാട്ടിൽ വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട്, തിരുവനന്തപുരത്ത് പത്രസമ്മേളനം വിളിച്ച് പല ഘട്ടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, മന്ത്രിസഭാ യോഗ തീരുമാനം വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ 3ാം ഘട്ടത്തിൽ വരാൻ പോകുന്ന കാര്യത്തെ സംബന്ധിച്ച് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ലോകോത്തര നിലവാരത്തിൽ ഈ പുനരധിവാസ പദ്ധതി നടപ്പിലാക്കുന്ന പറഞ്ഞത്. അപ്പോൾ അത് ഭൂമി എടുക്കുമ്പോൾ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്കിപ്പോൾ ഏറ്റവും വലിയ നിയമപ്രശ്നമുള്ളതല്ലേ ഇപ്പോൾ HML-ഉം ഗവൺമെൻറ് കേസ് കിടക്കുന്ന. ഒരു പൊതുശ്മശാനം വേണമെന്ന് പറഞ്ഞപ്പോൾ അതിന് ഡിസാസ്റ്റർ ആക്ട് വെച്ചുകൊണ്ട് ഭൂമി എടുത്തല്ലോ, കേസുണ്ട് എന്ന് പറഞ്ഞിട്ട് മാറിയുന്നില്ലല്ലോ. ഒരു നിർദ്ദേശം മുന്നോട്ട് വന്നപ്പോൾ തീരുമാനമായല്ലോ. അതുപോലെ രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ള ലോകോത്തര നിലവാരമുള്ള ഒരു പുനരധിവാസം അത് തീർച്ചയായിട്ടും നടപ്പിലാക്കാൻ കഴിയുന്നത്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാവരും ഈ പറയുന്ന സതുദ്ദേശത്തോടുകൂടി സംസാരിക്കുന്ന പലരും ഗവൺമെൻറ്റിൻ്റെ ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കുന്നതിൽ വിമുഖത കാണിക്കുന്നുണ്ട് എന്നതുകൂടി നമ്മൾ കാണണം. അത് സ്വന്തം ലേബല് എന്ന നിലയിലേക്ക് പോകണമെന്ന് ചിന്തിക്കുന്നവർ. മറ്റേത് ഗവൺമെൻറ്റാണ്, ഗവൺമെൻറ് എന്ന് പറയുന്നത് പൊതുവല്ലേ. ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് പൊതുവാണ്, എല്ലാ രാഷ്ട്രീയ പാർട്ടിയും എല്ലാ ജനങ്ങളും ഉൾക്കൊള്ളുന്നതാണ്. അപ്പോൾ ഗവൺമെൻറ് ചെയ്യുന്ന ഒരു കാര്യത്തോട് യഥാർത്ഥത്തിൽ വിമുഖത കാണിച്ച് അതിലേക്ക് പണം അധികം എത്താതിരിക്കാൻ സസൂക്ഷ്മം ശ്രദ്ധിക്കുകയും എന്നിട്ട് ഇതല്ല ഇത്ര കാരണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊണ്ട് പറ്റുന്ന രീതിയിൽ അകമഴിഞ്ഞ ആ സംഭാവനകൾ നമ്മൾ നൽകേണ്ടതാണ്. അത് കേരളത്തിലെ നമ്മളുടെ ഒരു പൗരൻ എന്ന നിലയിലുള്ള നമ്മളുടെ ചെയ്യുന്നില്ലല്ലോ, റൈറ്റാണ്, നമ്മളുടെ ഉത്തരവാദിത്വമാണ്, നമ്മുടെ അവകാശമാണ്, നമ്മുടെ ഉത്തരവാദിത്വമാണ്. അല്ല, ഞാനത് പറയുകയാണ്. കാരണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകുക എന്നത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അതിനകത്തൊരു സംശയവുമില്ല ശ്രീ ഗഗറിൻ. അതിനകത്ത് ഈ പറഞ്ഞതുപോലെ സമാന്തരമായി പിരിക്കുക അല്ലെങ്കിൽ അവരവരുടെ ക്രെഡിറ്റിലേക്ക് പോകാനില്ല. ഇത് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറഞ്ഞാൽ അത് സംസ്ഥാനത്തിന്റെ സ്വത്താണല്ലോ, ഗവൺമെന്റിന്റെ, സ്റ്റേറ്റിന്റെ ആണല്ലോ. അപ്പൊ അതുകൊണ്ട് അതെ, ജനങ്ങളുടേതാണ്. അതെ, ശരി. ഏതായാലും ഈ ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരായി കഴിയുന്നവർ, അവരെ സംബന്ധിച്ച് അവർ ശൂന്യതയിൽ കഴിയുന്ന മനുഷ്യരാണ്. അവരെ ജീവിതകാലം മുഴുവൻ അവരെ വേട്ടയാടുന്ന നടുക്കുന്ന ഓർമ്മകൾ സമ്മാനിച്ചൊരു ദുരന്തമാണ് കടന്നു പോയിരിക്കുന്നത്. അവരെ പുനരധിവസിപ്പിക്കുന്നതിനായിരിക്കണം നമ്മുടെ മുൻഗണന. അതിന് രാഷ്ട്രീയം തടസ്സമാകരുത്, വ്യക്തി താല്പര്യങ്ങളോ നിക്ഷിപ്ത താല്പര്യങ്ങളോ തടസ്സമാകരുത്. എവിടെയാണ്, എങ്ങനെയാണെന്ന് വെച്ചാൽ സുതാര്യമായ രീതിയിൽ, സത്യസന്ധമായ രീതിയിൽ, ആത്മാർത്ഥമായ രീതിയിൽ ആ വിഷയത്തിനൊരു പരിഹാരം കണ്ടെത്താൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ. കേരളത്തിൽ ഇനി ഇതുപോലൊരു ദുരന്തത്തിന് നമ്മൾ സാക്ഷിയാകാതിരിക്കട്ടെ. വയനാട്ടിൽ ദുരന്തബാധിതരായ ആളുകൾക്കുള്ള അവരോടൊപ്പം നിന്നുകൊണ്ട് അവരുടെ പുനരധിവാസത്തിന് വേണ്ടി കൈമയും മറന്ന് നമുക്ക് ഒരുമിച്ച് കൂടാം. അതിന് ശാസ്ത്രീയമായ സാധ്യമായ രീതിയിലുള്ള എല്ലാ പരിഹാര മാർഗങ്ങളിലേക്കും നമുക്ക് കടക്കാം. അതിന് ആത്മാർത്ഥമായ ഇടപെടൽ സർക്കാരും അതിനോടൊപ്പം നിൽക്കാൻ രാഷ്ട്രീയ കക്ഷികളും ഉണ്ടാകും, സന്നദ്ധ പ്രവർത്തകരും സന്നദ്ധ സംഘടനകളും ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആ ശുഭപ്രതീക്ഷയിലാണ് ഞാൻ എൻകൗണ്ടർ പ്രൈം ഇന്നിവിടെ പൂർത്തിയാക്കുന്നത്.